ശ്രീനാരായണ പരമഗുരവേ നമഃ. അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപനായ ശ്രീനാരായണ ഗുരുസ്വാമി തൃപാദങ്ങളിൽ എൻ്റെ വിനീത പ്രണാമം. ഗുരുവിന്റെ വഴിയിൽ ചരിക്കുവാൻ വഴിയും വഴികാട്ടിയുമായി കൈപിടിച്ച് നടത്തുന്ന ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഇന്ന് ഇവിടെ മറിയപ്പള്ളിയിലെ ഗുരുകുലം കുടുംബയോഗത്തിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ആത്മമിത്രങ്ങൾക്കും ഗുരുദേവനാമത്തിൽ പ്രണാമം അർപ്പിക്കുന്നു. എൻ്റെ നാട് ചേർത്തലയാണ്. എൻ്റെ പേര് ബിൻസി എന്നാണ്. ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ഈ ഒരു പ്രദേശത്തേക്ക്, കോട്ടയത്ത് വന്നിട്ടുണ്ടെന്നല്ലാതെ ഈ പ്രദേശത്തേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. ഒരു അധ്യാപികയാണ്. ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന വിഷയം കെമിസ്ട്രിയാണ്. മനോജ് മാവുങ്കൽ സാറിന്റെ പ്രഭാഷണം കേട്ടവരാണ് നിങ്ങൾ എല്ലാവരും, അല്ലെ? പിന്നെ നിങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റർ ശശികുമാർ സാർ പ്രഭാഷണത്തിൽ അദ്വിതീയരായ രണ്ടാൾക്കാരാണ്, എന്റെ നാട്ടുകാരാണ്. പക്ഷെ നിങ്ങൾ അവരോളം ഒന്നും എന്നെ കമ്പയർ ചെയ്യരുത്. നമ്മള് ഗുരുപദത്തിൽ ചരിക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു എളിയ വ്യക്തി എന്ന് മാത്രം കരുതിയാൽ മതിയാവും. ചേർത്തലക്കാര് ഗുരു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച, അല്ലെങ്കിൽ ഗുരു ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുള്ള ഒരു നാടാണ് ചേർത്തല. പക്ഷേ ഗുരുവിനെ അറിയാൻ ഇത്രയേറെ വൈകിയ, അല്ലെങ്കിൽ ഗുരുവിനെ പറ്റി ഒന്നും അറിയാൻ താല്പര്യമില്ലാത്ത കുറെ പേരുടെ നാട് കൂടിയാണ് ചേർത്തല എന്ന് തുറന്നു പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. കോട്ടയം എന്ന് പറയുമ്പോൾ തന്നെ ഗുരുവിനെ നെഞ്ചോട് ചേർക്കുന്ന നാടെന്നാണ് നമ്മൾ കേട്ടറിഞ്ഞിരിക്കുക. അതുകൊണ്ട് തന്നെ കോട്ടയത്തുകാരുടെ മുൻപിൽ ഒരു പ്രഭാഷണത്തിന് നിൽക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന് ഞങ്ങൾ പറയാറുണ്ട്, അല്ലെ? ഗുരുവിനെ അറിഞ്ഞ് സ്വീകരിച്ച ആൾക്കാരുടെ നാടാണ് ചേർത്തല, കോട്ടയം. അപ്പൊ നിങ്ങളൊക്കെ ഗുരുവിനെ എങ്ങനെയാണ് കാണുക? സാക്ഷാൽ ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങളെ നിങ്ങൾ നെഞ്ചോട് ചേർത്തിട്ടുണ്ടല്ലേ? ആരായിട്ടാണ് ചേർത്ത് വെച്ചിരിക്കുക ഗുരുവിനെ? ആ ദൈവമായി തന്നെ ചേർത്ത് വച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങളെ നമ്മൾ പരബ്രഹ്മ സ്വരൂപനായി ചേർത്തണയ്ക്കുമ്പോ, എനിക്ക് ഗുരുവിനെ പഠിച്ചു തുടങ്ങുമ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ ഒരേ സമയം നമ്മളെ ആത്മീയതയിലേക്കും ഭൗതികതയിലേക്കും നയിക്കുന്നുണ്ട്, അല്ലേ? ശരിയല്ലേ? ഭഗവാനാണ് നമുക്ക് വേണ്ടുന്ന, നമ്മുടെ ജീവിതത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു വച്ചിരിക്കുന്ന ഒരാള്. നമ്മളുടെയൊക്കെ പ്രാമാണിക ഗ്രന്ഥം ഏതാണ്? ശ്രീനാരായണീയർ എന്ന പേരിൽ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ സൂക്ഷിക്കേണ്ടുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ശ്രീനാരായണ ധർമ്മം നമ്മുടെയൊക്കെ വീടുകളിലുണ്ട്, ഇല്ലേ? നമ്മൾ എല്ലാവരും അത് വായിച്ചിട്ടുണ്ടോ? അപ്പൊ ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്നത് സ്മൃതി വിഭാഗത്തിൽ പെടുന്ന ഒരു ഗ്രന്ഥമാണ്. സ്മൃതികൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ? എന്താ സ്മൃതികൾ എന്ന് പറഞ്ഞ? നമ്മളൊക്കെ ഭൗതിക ജീവിതം നയിക്കുന്നവരാണ്, അല്ലെ? ഇപ്പൊ നമ്മുടെ ഒരു സമൂഹത്തില് ജീവിതം എല്ലാവർക്കും ഭംഗിയായി കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ അനുസരിക്കേണ്ട ചില നിയമങ്ങളൊക്കെ ഉണ്ട്, ഇല്ലേ? നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ചില നിയമങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് ജീവിക്കുക. അപ്പൊ അങ്ങനെ എന്തൊക്കെ അനുസരിച്ചാണ് നമുക്ക് നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കേണ്ടത്? ഒരു സമൂഹത്തിന്റെ കൃത്യമായ വളർച്ചയ്ക്കുതകുന്ന നിയമസംഹിതകളെ പറയുന്ന പേരാണ് സ്മൃതികൾ എന്ന്. കാലദേശങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ് സ്മൃതി ഗ്രന്ഥങ്ങൾ. നമുക്ക് ഏറ്റവും പരിചയമുള്ള സ്മൃതി ഗ്രന്ഥം നമ്മൾ മനുസ്മൃതി എന്ന് കേട്ടിട്ടുണ്ട്, ഇല്ലേ? മനുസ്മൃതി എന്ന് പറയുന്നത് പണ്ട് കാലം മുതൽ അനുവർത്തിച്ചു പോരുന്ന നിയമസംഹിതകളുടെ ഒരു കൂട്ടമാണ്. പക്ഷെ കാലം മാറുന്നതനുസരിച്ച്, ദേശം മാറുന്നതനുസരിച്ച് ഈ നിയമസംഹിതകൾ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ
ആധുനിക ലോകത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അതിന്റെ വ്യവസ്ഥകൾക്കനുസരിച്ച് ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ നമുക്ക് സംഭാവന ചെയ്ത ഒരു സ്മൃതി ഗ്രന്ഥമാണ് ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്നത്. അത് ഗുരുസ്വാമി എഴുതിയതാണോ? ഗുരുസ്വാമി തൃപ്പാദങ്ങൾ സ്വന്തം കൈകൊണ്ട് എഴുതിയതാണോ? അല്ല, സ്വാമി തൃപ്പാദങ്ങളോട് സ്വാമിയുടെ സത് ശിഷ്യന്മാർ ഈ ലോക ജീവിതത്തിന് ഉതകുന്ന നിയമങ്ങളെ പറ്റിയൊക്കെ ഓരോന്നായിട്ട് ഭഗവാനോട് ഇങ്ങനെ ചോദിച്ച് ഭഗവാൻ തരുന്ന ഉത്തരങ്ങൾ കേട്ട് സമാഹരിച്ചെടുത്തിട്ടുള്ളതാണ്. ആത്മാനന്ദ സ്വാമികളാണ് ശ്രീനാരായണ ധർമ്മം പുസ്തക രൂപത്തിലേക്ക് നമുക്ക് വേണ്ടി സമാഹരിച്ചു തന്നത്. 10 സർഗങ്ങളിലായി അല്ലെങ്കിൽ 10 അധ്യായങ്ങളിലായി ഒരു വ്യക്തി ഈ ഭൂമിയിൽ ഉരുവാകുന്ന കാലം മുതൽ ഇവിടെ നിന്ന് ശരീരം ഉപേക്ഷിച്ച് പോകുന്ന കാലം വരെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ഓരോ ചെറിയ ഡീറ്റെയിലും തന്നുകൊണ്ട് പറഞ്ഞു തന്നിരിക്കുകയാണ് ശ്രീനാരായണ ധർമ്മത്തിൽ. നമ്മളൊക്കെ എന്നാ ജനിച്ചത്? അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു കുഞ്ഞിന്റെ ബർത്ത്ഡേ അല്ലെങ്കിൽ ജന്മദിനം എന്ന് പറഞ്ഞ് നമ്മൾ ആചരിക്കേണ്ടത് അല്ലെങ്കിൽ ആഘോഷിക്കേണ്ടത്? കുഞ്ഞ് ഉണ്ടാകുന്ന ദിവസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ നമ്മൾ ഭൂമിയിലേക്ക് കാണുന്ന ദിവസം, അതാണ് നമ്മൾ ആഘോഷിക്കുന്നത് അല്ലെ. പക്ഷെ യഥാർത്ഥത്തിൽ ആ കുഞ്ഞുണ്ടാവണത് അപ്പോഴാണോ? അല്ല. എപ്പോഴാ? ആ കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്ന ഒരു ദിവ്യ നിമിഷമുണ്ട് അല്ലെ. അച്ഛന്റെ ബീജവും അമ്മയുടെ അണ്ഡവും ചേർന്ന് ഭഗവാന്റെ തലോടലേറ്റ് ഒരു ജീവൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന നിമിഷമാണ് ആ കുഞ്ഞിന്റെ ജീവിതം തുടങ്ങുക. അച്ഛന്റെ ബീജവും അമ്മയുടെ അണ്ഡവും ചേർന്നാൽ മാത്രം കുട്ടി ഉണ്ടാവുമോ? ഇല്ല. ഭഗവാൻ പിണ്ടനന്ദിയിൽ പറയുന്നുണ്ട് അല്ലേ, രേതസ്സും രക്തവും കലർന്ന് നാദം തിരളണം. അത് നമുക്ക് പറ്റുമോ ഈ നാദം തിരളിക്കാൻ? പറ്റുമോ? ഇല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നടന്നേനെ അല്ലെ. ഇപ്പൊ നാദം ആരാ തരിക? ആ ഭഗവാന്റെ തലോടലിലാണ് ആ കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ വളരുക. അതിനെ അവിടെ വളർത്തുന്നത് ആരാ? നമ്മളാണോ? കുഞ്ഞിന്റെ അച്ഛൻ ദിവസവും ബദാമും കശുവണ്ടി പരിപ്പും ഒക്കെ മേടിച്ചുകൊണ്ട് വന്ന് കൊടുത്ത് കുങ്കുമപ്പൂ പാലിലിട്ട് കലക്കി കൊടുത്തത് കൊണ്ട് കുഞ്ഞു വരുവോ? ഇല്ല. അമ്മ വിചാരിച്ചതുകൊണ്ട് വരുവോ? ഭഗവാൻ വിചാരിക്കണം അല്ലേ. മാതാവും ഇല്ല അന്ന്, പിതാവും ഇല്ല, പിന്നെ ആരാ വളർത്തിയത്? താതൻ വളർത്തിയവനാണ് അവൻ ഇന്നു ശംഭോ. അപ്പൊ ഭഗവാൻ വളർത്തിക്കൊണ്ടുവരുന്ന ആ കുഞ്ഞ് ഉരുവാകുന്ന നിമിഷമാണ് അവന്റെ ജീവിതം തുടങ്ങുക. അപ്പൊ മുതൽ അല്ലെങ്കിൽ അതിനു മുൻപ് മുതൽ തന്നെ ചില തയ്യാറെടുപ്പുകൾ വേണമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഭഗവാൻ പല വ്യത്യസ്ത രൂപങ്ങളിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഭഗവാൻ ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് രൂപം മാറുന്നുണ്ട്, ഒരു എംബ്രയോളജിസ്റ്റ് ആവുന്നുണ്ട്, ഒരു സൈക്കോളജിസ്റ്റ് ആവുന്നുണ്ട്, ഒരു വിദ്യാഭ്യാസ വിചക്ഷണനാവുന്നുണ്ട്. അങ്ങനെ എത്ര രൂപങ്ങളിലാണ് ശ്രീനാരായണ ഗുരുസ്വാമി നമ്മുടെ മുമ്പിൽ നിൽക്കുക. ഒരാളുടെ ജീവിതത്തിൽ 16 അടിയന്തരങ്ങൾ ഉണ്ടെന്ന് പറയും. ഷോഡശ കർമ്മങ്ങൾ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. അതിൽ ആദ്യത്തേതാണ് ഗർഭാധാനം എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ തയ്യാറാവുന്ന നിമിഷം. അപ്പൊ അതിന് ചില തയ്യാറെടുപ്പുകൾ വേണമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. വെറുതെ ഓടിപ്പോയി ചെയ്യേണ്ടതല്ല ഒരു സൽസന്തതി കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കർമ്മം. സൽസന്താന ലബ്ധിക്ക് മാതാവും പിതാവും മാനസികമായും ശാരീരികമായും തയ്യാറെടുത്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. ശാരീരികമായി തയ്യാറെടുക്കുക എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഗർഭപാത്രം അതിന് ചേരും വിധത്തിൽ ആരോഗ്യമുള്ളതാവണം.
അതിന് കുറച്ചുനാൾ മുൻപേ അമ്മ അതിനാവശ്യമായ ഔഷധ സേവകൾ നടത്തി ശരീരത്തെ തയ്യാറാക്കണം. അച്ഛനും ക്വാളിറ്റിയുള്ള അണ്ടവും ബീജവും ഉണ്ടെങ്കിൽ മാത്രമേ ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവൂന്ന് 100 വർഷം മുൻപ് 1924 ശ്രീനാരായണ ധർമ്മം രചിക്കപ്പെട്ടത്. ഇപ്പോഴാണ് നമ്മൾ എവിടൊക്കെയാ നമ്മൾ പോണത്, IVF ട്രീറ്റ്മെന്റിന്, ഇതിനൊക്കെ ഓടി നടക്കണില്ലേ ആൾക്കാര്. അപ്പോഴാണ് നമ്മൾ ഈ കാര്യമൊക്കെ പഠിക്കണത്, അവര് പറയുമ്പോഴാ. പക്ഷെ ഭഗവാൻ അന്നേ പറഞ്ഞു വച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി വേണം സംയോഗം നടക്കേണ്ടത്. രണ്ടുപേരും അറിഞ്ഞു വേണം ഇതൊക്കെ ചെയ്യാൻ. നമ്മള് മഹാഭാരതത്തിൽ വിചിത്രവീര്യൻ ചിത്രാംഗതൻ എന്ന രണ്ടുപേരെ പറ്റി കേട്ടിട്ടുണ്ട്. ശന്തനു മഹാരാജാവിന്റെ, മഹാഭാരതത്തിന്റെ തുടക്കത്തിൽ ശന്തനു മഹാരാജാവിന്റെ 2 പുത്രന്മാരാണ്. ചെറിയ പ്രായത്തിലെ മരണപ്പെട്ടു പോയവരാണ്. അവര് 3 പെൺകുട്ടികളെ അവർക്ക് വിവാഹം കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരുന്നു. അംബ, അംബിക, അംബാലിക. അതില് അംബ രക്ഷപ്പെട്ടു പോയി അല്ലേ? അംബ എവിടെ പോയി? അംബയ്ക്ക് വേറൊരാളോട് ഇഷ്ടമുണ്ടായിരുന്നു. അംബ അത് പറഞ്ഞപ്പോ അംബയെ പോവാൻ ഭീഷ്മർ അനുവദിക്കുകയാണ് ചെയ്തത്. അപ്പൊ മറ്റ് 2 പേര് രാജ്ഞിമാരായിട്ട് അവിടെ ഉണ്ട്, കൊട്ടാരത്തിലുണ്ട്. പക്ഷെ ഈ 2 പേരും ചെറിയ പ്രായത്തിൽ തന്നെ, വിചിത്രവീരനും ചിത്രാംഗതനും മരണപ്പെട്ടപ്പോ പിന്നീട് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ ഭീഷ്മ പിതാമഹർ ബ്രഹ്മചാരിയാണ്, മരണം വരെ ബ്രഹ്മചാരി ആയിരിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ എന്തെങ്കിലും മാർഗം വേണം. അതിന് ഇവരുടെ അമ്മയായ സത്യവതി തന്റെ പുത്രനായ വ്യാസഭഗവാനെ വിളിച്ചു വരുത്തുന്നുണ്ട്. എന്നിട്ട് ഇവർക്ക് കുട്ടികളെ കൊടുക്കൂ എന്ന് പറയുന്നു. എന്നിട്ട് ഈ മരുമക്കളെ സ്നേഹപൂർവ്വം ഉപദേശിച്ച് വ്യാസന്റെ അടുത്തേക്ക് വിടുകയാണ്, വധുക്കളായി ഒരുക്കി വിടുകയാണ്. അപ്പൊ ഇവർക്ക് 2 പേർക്കും വ്യാസഭഗവാന്റെ രൂപം ഇഷ്ടപ്പെട്ടില്ല. കാരണം താടിയൊക്കെ വളർത്തി, മുടിയൊക്കെ വളർത്തി, ഒരു വിചിത്ര രൂപിയായിട്ടാണ് വ്യാസഭഗവാൻ നിൽക്കുന്നത്. അപ്പൊ അത് ഇഷ്ടപ്പെടാതിരുന്നത് കൊണ്ട് അംബിക വ്യാസനെ കണ്ട മാത്രയിൽ വിളറി വെളുത്തുപോയി എന്നാ പറയണ. അതുകൊണ്ട് അവർക്കുണ്ടായ കുഞ്ഞ് പാണ്ഡു എന്നുള്ള പേര് തന്നെ എങ്ങനെയാ വന്നതെന്ന് നമുക്കറിയാം അല്ലേ? പാണ്ഡുവർണ്ണമായി പോയി. അംബാലിക വ്യാസനെ കണ്ട് പേടിച്ച് കണ്ണടച്ചു കളഞ്ഞു. അതുകൊണ്ട് അവർക്കുണ്ടായ കുട്ടി ധൃതരാഷ്ട്രർ ജന്മന അന്ധനായിരുന്നു. ഇനി 3ാമതൊരാളെ കൂടി പറഞ്ഞു വിട്ടു സത്യവതി, ഒരു തോഴിയെ. തോഴിക്ക് പക്ഷെ വ്യാസന്റെ അറിവിനെ പറ്റി, വ്യാസന്റെ മഹത്വത്തെ പറ്റി അറിയാമായിരുന്നത് കൊണ്ട് തന്നെ വളരെയേറെ ഭക്തിയോടെ ശുദ്ധ മനസ്കയായി വ്യാസനെ സ്വീകരിച്ചു. അതിലുണ്ടായ കുഞ്ഞാണ് ജ്ഞാനിയായ വിദുരർ. അപ്പൊ ആ സംഭോഗ സമയത്തിന്റെ, അവരുടെ മനസ്സിന്റെ തയ്യാറെടുപ്പിന്റെ ആവശ്യകത അവിടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം തയ്യാറെടുപ്പുകൾ നടത്തി വേണം ഗർഭാധാനം നടത്താനെന്ന് ഭഗവാൻ ശ്രീനാരായണ ധർമ്മത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ അതൊക്കെ പറഞ്ഞ് മുൻപോട്ട് നമ്മുടെ തലമുറയ്ക്ക് കൊടുക്കണം. ഇവിടെ ഇരിക്കുന്നവരൊക്കെ മധ്യവയസ്സ് പിന്നിട്ടവരാണ് ഇല്ലേ? എല്ലാവർക്കും പേരക്കുട്ടികളൊക്കെ ആയവരാ. നമ്മുടെ ഒന്നും കാലത്ത് ഇതൊന്നും പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു. നിങ്ങൾ കുറെ കൂടെ നേരത്തെ ഇതൊക്കെ പഠിച്ചവരാ. ഞങ്ങൾ ചേർത്തലക്കാർ ഇപ്പോഴാ പഠിക്കാൻ തുടങ്ങിയത്. നമ്മളിപ്പോഴാ ഇതൊക്കെ അറിയണേ. അപ്പൊ ഇനി നിങ്ങൾക്ക് ചെയ്യാനുണ്ട് അല്ലേ? എന്താ ചെയ്യാനല്ലേ? ഈ മുത്തശ്ശിമാർക്കും അമ്മമാർക്കും ഇവിടെ ഇരിക്കുന്ന കുഞ്ഞു കുട്ടികൾക്കുമൊക്കെ ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് അടുത്തടുത്ത തലമുറകളിലേക്ക് ഇത് കൈമാറണം. ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടായാൽ, ഈ കുഞ്ഞുണ്ടാവണ കുഞ്ഞിനെ നമ്മൾ അമ്മയുടെ വയറ്റിലേക്ക് സ്വീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യണേ? ടെസ്റ്റ് പോസിറ്റീവ് ആണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോഴുള്ള ആൾക്കാർക്ക്, ഇപ്പോഴത്തെ ജനറേഷനിൽ പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ തന്നെ താല്പര്യമില്ല. എന്താ അവരതിന് പറയണ കാരണം? അവർക്ക് വേറൊരു കാര്യ താല്പര്യം. എന്താ?
പിന്നെ അവർ പറയും ഞങ്ങൾക്ക് ലിവിങ് ടുഗെദർ മതി എന്ന് പറയും, ഇല്ലേ? എന്താ അതിന്റെ ഗുണം? നമുക്കതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? കല്യാണത്തിന്റെ ചെലവ് ഒഴിവാക്കാം, സ്ത്രീധനം ഒഴിവാക്കാം. ഇനി ഇവരൊക്കെ ലിവിങ് ടുഗെദർ എടുക്കുന്ന എന്തിനാ? അവർക്ക് പ്രസവിക്കാൻ കഴിയില്ല. ഈയിടെ നടത്തിയ ഒരു സർവേയിൽ പറയുന്നത് ഈ ജനറേഷനിലെ പെൺകുട്ടികൾക്ക് ഗർഭം ധരിക്കാൻ താല്പര്യമില്ല, കുട്ടികളെ വളർത്താൻ താല്പര്യമില്ല, കുടുംബത്തിന്റെ കീഴിൽ താമസിക്കാൻ താല്പര്യമില്ല. അതിന്റെ കാരണം അവരെന്താ പറയണെന്നറിയോ? അവർ പറയുന്നത് ഈ മോശമായ ലോകത്തേക്ക് പുതിയ ആൾക്കാരെ കൊണ്ടുവന്ന് ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന്. പക്ഷെ അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന സ്വാർത്ഥ നമ്മൾ ആലോചിക്കണം. ഇതൊക്കെ കഷ്ടപ്പാടുള്ള കാര്യമാണ്, അല്ലെ? ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കി കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടു നടന്ന് തട്ടാതെയും മുട്ടാതെയും പൊട്ടാതെയും എത്തിക്കണമെങ്കിൽ അതൊരു വലിയ ജോലിയാണ്, അല്ലേ? അത് കഴിയില്ല എന്നാ അവര് പറയുന്നത്. അപ്പൊ ഇനി നമ്മൾ ടെസ്റ്റ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഓടി ഹോസ്പിറ്റലിൽ പോകും, അല്ലെ? ഗൈനക്കോളജിസ്റ്റിനെ കാണും. അപ്പൊ അവരെന്താ പറയാ? അനങ്ങരുത്, ഓടരുത്, ചാടരുത്. പിന്നെ അവർ ചോദിക്കും ഹസ്ബൻഡ് ഉണ്ടോ എന്ന് ചോദിക്കും, ഹസ്ബൻഡിനെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. എന്തിനാ? ഈ പെൺകുട്ടിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ച് സ്നേഹിച്ച് പരിരക്ഷിച്ച് ഇവളുടെ ഗർഭകാലം കൊണ്ട് നടക്കണം എന്നിപ്പ പറയും. പണ്ടുള്ളവർ പറയും ഞങ്ങള് നെല്ല് കുത്തിക്കൊണ്ടിരുന്നിടത്ത് നിന്ന് ഓടിപ്പോയി എന്നാണൊക്കെ പറയും. പക്ഷെ ഇന്നിങ്ങനെ ഗൈനക്കോളജിസ്റ്റുമാര് പറയണേ ഈ കാര്യം ഭഗവാൻ അന്നേ പറഞ്ഞിട്ടുണ്ട് ശ്രീനാരായണ ധർമ്മത്തില്. പെൺകുട്ടിയെ യാതൊരുവിധ മാനസിക പീഡകളും ഇല്ലാതെ സ്നേഹിച്ച് കൈവെള്ളയിൽ എന്ന പോലെ ഈ കാലം കൊണ്ടു നടക്കണം. അവളോട് സ്നേഹത്തിൽ മാത്രമേ പെരുമാറാവൂ. നല്ല ഭക്ഷണം അവൾക്ക് കൊടുക്കണം. നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ മട്ടനും ചിക്കനും, ഇവിടെ അതൊക്കെയാണോ? ബീഫ് ആണോ? നല്ല ഭക്ഷണം എന്ന് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് സാത്വികമായ ഭക്ഷണം കൊടുക്കണം. പ്രത്യേകിച്ചും പാലുൽപ്പന്നങ്ങൾ ഇതൊക്കെയാണ് കൊടുക്കണം എന്ന് ഇന്ന് നമ്മുടെ ഗൈനക്കോളജിസ്റ്റുമാര് പറയണത് അന്നേ ഗുരുദേവൻ എഴുതി വെച്ച് തന്നിട്ടുണ്ട്, നമുക്ക് വേണ്ടി എഴുതിച്ചു തന്നിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഈ കുഞ്ഞ് ഭൂമിയിലേക്ക് വന്നാൽ ആ കുഞ്ഞിനെ എങ്ങനെയാണ് പരിരക്ഷിക്കേണ്ടത്? കുഞ്ഞിനെ നോക്കുന്നവർ എങ്ങനെയുള്ളവരാവണം? ഈ കുഞ്ഞ് വരുന്ന സമയത്ത് പ്രസവ മുറിയിലുള്ളവർ എങ്ങനെയുള്ളവരാകണം? ഇതുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രസവ മുറിയിലുള്ളവര് വളരെയേറെ സ്നേഹത്തോടെ വേണം ആ പെൺകുട്ടിയെ സമീപിക്കാൻ. കാരണം നമ്മൾ അതിനകത്ത് കിടക്കുമ്പോ നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ നമ്മുടെ അച്ഛനോ അമ്മയോ നമ്മുടെ ബന്ധുക്കളോ ആരും നമ്മളുടെ കൂടെ ഇല്ല. അപ്പൊ നമ്മൾ അത്രയും സങ്കടപ്പെട്ടിട്ട് അല്ലെങ്കിൽ അത്രയും പേടിച്ചിട്ടായിരിക്കും കിടക്കുക. അപ്പൊ വളരെ സ്നേഹപൂർവ്വം അവരെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നവരാവണം. പക്ഷെ നമ്മൾ ചില മെഡിക്കൽ കോളേജുകളിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലോ ഒക്കെ പോകുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ, അടുത്ത് നിൽക്കുന്നവര് ഭയങ്കരമായിട്ട് അവരെ ദേഷ്യപ്പെടുന്നു. ഈ വേദനയൊന്നും സഹിക്കാൻ മേലെങ്കിൽ പിന്നെ എന്തിനാണ് ഇതിന് പോയത് എന്ന് ചോദിക്കുന്ന നഴ്സുമാരുണ്ട്, കേട്ടിട്ടുണ്ട് നമ്മൾ അങ്ങനെ. പക്ഷെ ഒരിക്കലും അങ്ങനെ ആവരുത്. കരുണ നിറഞ്ഞ അനുകമ്പ നിറഞ്ഞ മനസ്സുള്ളവരാകണം. ഒപ്പം ഒരു അടിയന്തര ഘട്ടം വന്നാൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് കൃത്യമായി അറിയുന്നവരാകണം പെൺകുട്ടിയുടെ കൂടെ ഉണ്ടാവേണ്ടത്. വന്ന കുഞ്ഞിനെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് അതിന് സ്വർണത്തിൽ തേനും വയമ്പും അരച്ച് സ്വർണം വെച്ച് തൊട്ട് അതിന്റെ നാവിൽ വെച്ചു കൊടുക്കണം. ഇന്ന് അത് നമ്മുടെ ഡോക്ടർമാര് സമ്മതിക്കില്ല, പക്ഷെ അതങ്ങനെ ചെയ്യണം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഇനി ആ കുഞ്ഞിനെ നോക്കുമ്പോ സൗശീലാചാര സമ്പന്ന നിർരോഗ കരുണാവതി, നല്ല ശീലങ്ങൾ കൊണ്ട് സമ്പന്നയായ രോഗമില്ലാത്ത കരുണാവതികളായിരിക്കണം കുഞ്ഞിനെ പരിചരിക്കേണ്ടത്. അവിടെ ഭഗവാൻ പറയുന്നുണ്ട് 5 വയസ്സ് വരെ കുഞ്ഞിനെ നോക്കേണ്ടത് കുഞ്ഞിന്റെ അമ്മയാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്കത് സാധ്യമല്ല. കാരണം ഇപ്പൊ പെൺകുട്ടികളും കൂടെ ജോലിക്ക് പോയാലേ
നമ്മുടെ കുടുംബം മുന്നോട്ട് പോകും. അപ്പൊ കഴിയുന്നത്ര കാലം അമ്മ കുഞ്ഞിനെ പരിചരിക്കുകയും അമ്മയ്ക്ക് ശേഷം വരുന്നവര് അമ്മയെപ്പോലെ തന്നെ കുഞ്ഞിനെ പരിചരിക്കണം. ഈ ഓരോ കുഞ്ഞും ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോ അവരുടെ മനസ്സിൽ ഒന്നുമില്ല. അവര് സാക്ഷാൽ ഭഗവാന് സമമാണ്. അവരുടെ മനസ്സ് എന്ന് പറയുന്നത് ഒരു ഒപ്പുകടലാസ് പോലെയാ, ബ്ലോട്ടിംഗ് പേപ്പർ പോലെയാ. എന്ത് വീണാലും അവര് ഒപ്പിയെടുക്കും. അപ്പൊ അവരാരായി തീരണമെന്ന് തീരുമാനിക്കുന്നത് ഈ 5 വയസ്സിന് മുൻപ് ആ കുഞ്ഞിന് കിട്ടുന്ന സാഹചര്യമാണ്. നല്ലത് മാത്രം പറയുന്നവരുടെ കൂടെയാണ് കുഞ്ഞ് ജീവിക്കുന്നതെങ്കിൽ ആ കുഞ്ഞിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്നത് നല്ല വാക്കുകൾ മാത്രമായിരിക്കും. അതേസമയം മോശം വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ കുഞ്ഞിനറിയില്ല ഇത് നല്ലതാണോ മോശമാണോ എന്ന്. അപ്പൊ കുഞ്ഞ് എവിടെയെങ്കിലും ഒക്കെ ചെന്ന് ചില വാക്കുകളൊക്കെ പ്രയോഗിക്കും. അതിന്റെ കാരണക്കാരാരാ? കുഞ്ഞാണോ? അല്ല, നമ്മൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുക, നല്ല വാക്കുകൾ അരുളുന്ന നല്ല ശീലങ്ങൾ അനുവർത്തിക്കുന്നവരുടെ മുൻപിൽ വേണം കുഞ്ഞിനെ നമ്മള് വിട്ടുകൊടുക്കാൻ. നമ്മൾ ഡേ കെയർ സെന്ററുകളിലൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോകുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത് ഇതാണ്. അവിടെ നിന്ന് കിട്ടുന്ന ശീലങ്ങളായിരിക്കും ആ കുഞ്ഞിനെ മുൻപോട്ട് നടത്തുക. ഭഗവാൻ ഇവിടെ ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റ് ആയിട്ട് മാറുകയാണ്. കുഞ്ഞിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? 5 വയസ്സിന് മുൻപാണ് കുഞ്ഞിന്റെ തലച്ചോറിന്റെ വളർച്ചയുടെ ഭൂരിഭാഗവും നടക്കുക. ആ കാലത്ത് കുഞ്ഞിന് കിട്ടുന്ന ശീലങ്ങൾ ആ കുഞ്ഞിനെ അങ്ങോളം വഴി നടത്തും എന്നുള്ളത് കൊണ്ട് അങ്ങേയറ്റം ശ്രദ്ധ വേണം എന്ന് ഭഗവാൻ പറഞ്ഞു വച്ചിട്ടുണ്ട്. ഇനി എപ്പോഴാണ് ഈ കുഞ്ഞിന് വിദ്യാരംഭം കൊടുക്കേണ്ടത്? എപ്പോഴാണ് ഇതിനെ നമ്മൾ എഴുത്തിനിരുത്തേണ്ടത്? നമ്മളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തിയത്തില്ലേ? 3-ാം വയസ്സിലാണ് നമ്മളിപ്പോ ചെയ്യുക. പക്ഷെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് 5 വയസ്സിന് തൊട്ട് മുൻപായിട്ട് അവന് അല്ലെങ്കിൽ അവൾക്ക് വിദ്യാരംഭം കൊടുക്കണം. ആരാ നമ്മുടെ കുഞ്ഞിനെ എഴുത്തിനിരുത്തേണ്ടത്? ആരാണ് ചക്കര നിന്നെ എഴുത്തിനിരുത്തിയത്? ഓർമ്മയില്ലേ അവൾക്ക്? ആരാണ് നമ്മുടെ കുഞ്ഞിനെ എഴുത്തിനിരുത്തേണ്ടത്? ഗുരു പറയുന്നത് ആത്മജ്ഞാനികളാണ് കുഞ്ഞിനെ എഴുത്തിനിരുത്തേണ്ടത്. ഗുരുമന്ദിരങ്ങളിലോ ക്ഷേത്രങ്ങളിലോ വേണം കുഞ്ഞിനെ എഴുത്തിനിരുത്താൻ. പക്ഷെ നമ്മളിപ്പോ കോട്ടയംകാരോട് അത് പറയാവൂന്ന് എനിക്ക് അറിഞ്ഞൂടാ, മലയാള മനോരമയുടെ ഓഫീസിലും മാതൃഭൂമിയുടെ ഓഫീസിലും ഇല്ലേ, ഇവിടൊക്കെ നടക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ. അവിടൊക്കെ ആരാ നമ്മുടെ പിള്ളേരെ എഴുത്തിനിരുത്തണ? ആരൊക്കെയോ അല്ലെ, സാഹിത്യകാരന്മാരായിരിക്കും, രാഷ്ട്രീയക്കാരുണ്ടാവും അല്ലെ, പല മണ്ഡലങ്ങളിൽ വ്യവഹരിക്കുന്നവരുണ്ടാവും. അവർക്കൊക്കെ നമ്മുടെ കുഞ്ഞിന്റെ കാര്യത്തിൽ നമ്മളോളം ശുഷ്കാന്തി ഉണ്ടാവോ? ഈ തിരക്കുള്ള സമയത്ത് നമ്മൾ കാണാറുണ്ട്, ഒരു കുഞ്ഞിനെ പിടിച്ച് മടിയിലേക്ക് ഇരുത്തും, അത് അവിടെ കിടന്ന് കരഞ്ഞ് ബഹളം വയ്ക്കും, അതിനെ ബലമായിട്ട് നാവിങ്ങനെ തുറന്നു പിടിച്ച് നാവേൽ എന്തൊക്കെയോ എഴുതും. അവനെ പിടിച്ചു മാറ്റി അടുത്തയാളെ വെക്കും അല്ലെ, അത് ക്യൂ ആയിട്ട് നിൽക്കുക ഇങ്ങനെ. അപ്പൊ ആരെങ്കിലും ഒരു കുഞ്ഞിന്റെ എങ്കിലും നന്മയ്ക്ക് വേണ്ടി അവരുടെ ഉള്ളിൽ ഒരു പ്രാർത്ഥന ഉണ്ടാവോ? ഉണ്ടാവാൻ വഴിയില്ല, കാരണം അവർ തിരക്കിലിരിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ കുഞ്ഞിന്റെ അഭിവൃദ്ധിയിൽ ഏറ്റവും ആഗ്രഹിക്കുന്നത് നമ്മൾ തന്നെയാ അല്ലെ. അപ്പൊ നമ്മൾ തന്നെ എഴുത്തിനിരുത്തിയാലും മതി. നമ്മുടെ കുഞ്ഞിനോട് ആഭിമുഖ്യമുള്ളവരുടെ മുൻപിൽ നമ്മൾ അവരെ കൊണ്ടിരുത്തുക. അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസിലോ ഒരു പത്രമാധ്യമങ്ങളുടെ ഓഫീസുകളിലോ എഴുത്തിനിരുത്താൻ നമ്മുടെ കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കരുത്. ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട് ഒരാളെ. ആരാ? ശാരദാദേവി അല്ലെ, വർക്കലയിൽ ഇരിക്കണില്ലേ ശാരദാമ്മ. എന്ന് വേണമെങ്കിലും ശാരദാദേവിയുടെ മുമ്പിൽ പോയി നമുക്ക് എഴുത്തിനിരുത്താം. നമ്മുടെ കുഞ്ഞിനെ നമുക്ക് അവിടെ കൊണ്ടുപോവാം. ഇനിയെങ്കിലും നമ്മള് അത്തരം കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് കൃത്യമായ സ്ഥലത്ത് അവന് അല്ലെങ്കിൽ അവൾക്ക് വിദ്യാദാനം കൊടുക്കുക. ഇനി വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ പറ്റി ഇതുപോലെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ലോകാചാര്യൻ വേറെ ഇല്ല. മരിച്ചു കഴിഞ്ഞ് കിട്ടുന്ന മോക്ഷത്തെ പറ്റി അല്ല ഭഗവാൻ പറഞ്ഞത്. ഈ ലോകത്ത് ഈ ഭൂമിയിൽ നിലനിൽക്കുമ്പോ
അഭിവൃദ്ധിയോടെ ജീവിക്കാൻ ഏറ്റവും ആവശ്യം വേണ്ടത് വിദ്യയാണ് എന്ന് ഭഗവാൻ പറഞ്ഞു. വിദ്യ കൊണ്ട് സ്വതന്ത്രരാവണം, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവണം. അറിവുണ്ടെങ്കിൽ, വിദ്യയുണ്ടെങ്കിൽ ധനം പിന്നാലെ വരും എന്നാ ഭഗവാൻ പറഞ്ഞത്. അവൻ അറിവ് പകർന്നു കൊടുക്ക്. ഇരുകാലി മൃഗങ്ങളെ മനുഷ്യരാക്കാൻ ഏറ്റവും നല്ല മാർഗം വിദ്യ പകർന്നു കൊടുക്കുകയാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഈ വിദ്യ എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മളിപ്പോ ജനിക്കുമ്പോഴേ മക്കൾക്ക് ഇവിടെ KV-യിലോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്കൂളുകളിലൊക്കെ സീറ്റ് ബുക്ക് ചെയ്യും അല്ലെ? അതാണോ നമ്മുടെ വിദ്യ? അല്ല, അത് വേണം നമ്മുടെ അഭിവൃദ്ധിക്ക്, ഭൗതിക അഭിവൃദ്ധിക്ക് അത് വേണം. അതിനോടൊപ്പം അവന്റെ ആത്മീയ പുരോഗതിക്ക് വേണ്ടുന്ന സത്കാര്യങ്ങൾ കൂടി അവൻ ഓതിക്കൊടുക്കുന്ന രീതിയിലാവണം നമ്മുടെ വിദ്യാഭ്യാസം ചിട്ടപ്പെടുത്തേണ്ടത്. ഗുരുകൃതികളും ഗുരുവിന്റെ ആശയങ്ങളും ഒക്കെ പല സർവകലാശാലകളിലും പഠന വിഷയമാണ് ഇന്ത്യക്ക് പുറത്ത്. നമുക്കതൊന്നും പഠിക്കാൻ താല്പര്യവുമില്ല, അതിനുള്ള സമയവുമില്ല. നമ്മുടെ ക്രിസ്തീയ സഹോദരങ്ങളുടെ അവരുടെ ജീവിത പൂർത്തീകരണത്തിന്, വിവാഹത്തിന് മുൻപ് അവർ പരീക്ഷയൊക്കെ എഴുതും അല്ലേ? പരീക്ഷ എഴുതിയാലേ അവർക്ക് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. നമുക്ക് അങ്ങനെ വല്ല പരീക്ഷയുണ്ടോ? ഒരു പരീക്ഷയില്ല. അവരുടെ 10 കൽപ്പനകൾ എന്താന്ന് ചോദിച്ചാൽ ചിലപ്പോ നമ്മൾ പറയും ഇല്ലേ? പക്ഷെ ഗുരുവിന്റെ പഞ്ചശുദ്ധി എന്താണെന്നോ പഞ്ചധർമ്മം എന്താണെന്നോ ചോദിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളൊന്ന് ആലോചിക്കും. ഇതൊക്കെ കൂടെ ചേർത്തിട്ടുള്ള വിദ്യാഭ്യാസമാണ് കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ടത്. അവിടെ ഇന്നൊക്കെ നമ്മൾ സ്പോൺസർ ചെയ്യുന്നുണ്ടല്ലേ കുട്ടികളെയൊക്കെ. ഭഗവാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്, ഒരു കുഞ്ഞിന് വിദ്യാഭ്യാസം ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി അവന്റെ വീട്ടിൽ ഇല്ലെങ്കിൽ അവനെ ദേശം സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശാഖയോ നമ്മുടെ യൂണിയനോ ഒക്കെ അവനെ ഏറ്റെടുത്ത് പഠിപ്പിക്കണം. വിദ്യയിലാണ് പ്രാധാന്യം. 24 വയസ്സുവരെ പുരുഷനും 16 വയസ്സുവരെ പെൺകുട്ടിയും ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് വിദ്യ പൂർത്തീകരിക്കണം എന്നാണ് ഗുരു പറഞ്ഞിരുന്നത്. അന്നത്തെ ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു. ഇന്ന് നമുക്കത് സാധ്യമല്ല. നമ്മൾ അല്ലാത്ത രീതിയിലാണ് പഠനം നടത്തുക. ഇനി അവിടെ ഭഗവാൻ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. രസകരമായ കാര്യങ്ങളാണ് ഭഗവാൻ പറയുന്നത്. എങ്ങനെയാണ് ഒരു കുട്ടി വിദ്യാലയത്തിൽ പെരുമാറേണ്ടത്? ഗുരുജനങ്ങളോട് എങ്ങനെയാണ് കുട്ടി പെരുമാറേണ്ടത്? ഗുരു വരുമ്പോൾ കുഞ്ഞ് എഴുന്നേറ്റ് നിന്ന് വന്ദിക്കണം. കാര്യങ്ങൾ ഗ്രഹിച്ച ശേഷം ഗുരു പിന്മാറുമ്പോൾ വീണ്ടും എഴുന്നേറ്റ് നിന്ന് വന്ദനം പറയണം. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സുകളിൽ ഞാനൊരു അധ്യാപിക കൂടി ആയതുകൊണ്ട്, പ്രത്യേകിച്ചും ടീനേജ് കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുന്നതായതുകൊണ്ട്, അവർ നമ്മളെ കാണുമ്പോ നമസ്തേ അല്ല പറയാ, ഹായ് ടീച്ചറെ എന്ന് പറയും. തിരിച്ചും ഹായ് എന്ന് പറയുന്ന ടീച്ചേഴ്സിനോടാണ് അവർക്ക് ഇഷ്ടം. കാരണം അവരുടെ വൈബില് നമ്മൾ വന്നു എന്ന് അവർ പറയണം. ടീച്ചറും ഞാനും ഒരേ വൈബാണോ എന്ന് അവർ നോക്കണം. അതൊക്കെ കാലത്തിന്റെ മാറ്റമാണ്. പക്ഷെ ആ മാറ്റം ഉൾക്കൊള്ളുന്നതിനൊപ്പം ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അങ്ങനെയുള്ള അധ്യാപകരാകണം സമൂഹത്തിൽ ഉണ്ടാവേണ്ടത്. ഇനി കുട്ടി പെരുമാറുമ്പോ കുഞ്ഞിനോട് അധ്യാപകനും മാതാപിതാക്കളും എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും ഗുരു പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞിനെ യാതൊരു കാരണവശാലും മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് ഇകഴ്ത്തി സംസാരിക്കരുത്. ഇകഴ്ത്തി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അവനെ നീ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് പറയരുത്. ഓരോ കുഞ്ഞും ഓരോ കഴിവുമായിട്ടാണ് ഈ ലോകത്തേക്ക് വരിക. നമുക്ക് എങ്ങനെ വേണമെങ്കിലും മോൾഡ് ചെയ്യാവുന്ന കളിമണ്ണാണ് ഓരോ കുഞ്ഞും. അതിനെ ഭംഗിയുള്ള ശില്പമാക്കണോ അതോ ചവിട്ടി പൊട്ടിച്ച് ദൂരെ എറിയണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? മാതാപിതാക്കളും അധ്യാപകരുമാണ്. അവൻ തെറ്റ് ചെയ്താൽ അവനെ ശിക്ഷിക്കുകയും വേണം. പറഞ്ഞു വിട്ടേക്കാനാ ഗുരു പറഞ്ഞിരിക്കുന്നത്. ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ഒരു കുട്ടി ആ ഗുരുകുലത്തിന്
അവിടുത്തെ മറ്റു വിദ്യാർത്ഥികൾക്ക് മോശമായ രീതിയിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ വേറൊന്നും നോക്കണ്ട, അവനെ കൃത്യമായി കാര്യം പറഞ്ഞ് മനസ്സിലാക്കി പുറത്താക്കിക്കൊള്ളാനാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നമ്മളൊരു കുഞ്ഞിനെ അങ്ങനെ പുറത്താക്കാൻ ശ്രമിച്ചാൽ ആദ്യം തല്ലു മേടിക്കുന്നത് ഞങ്ങളായിരിക്കും. കാരണം നമ്മൾ മാതാപിതാക്കൾ ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കില്ല. പക്ഷെ ഗുരു അങ്ങനെയാ പറഞ്ഞിരിക്കുക. ആലുവ അദ്വൈതാശ്രമത്തില് ഒരിക്കല് ഒരു കുട്ടി, 16-17 വയസ്സുള്ള ഒരു കുട്ടി, ചാരി എന്നു പേരുള്ള ഒരു കുട്ടി വരികയാണ്. അവനെ ഗുരു സ്നേഹത്തോടെ അവിടെ താമസിപ്പിക്കുന്നു. വളരെ മെലിഞ്ഞ് ശോഷിച്ച് കുളിക്കാതെ ജപിക്കാതെ നല്ല വസ്ത്രങ്ങൾ ധരിക്കാതെ വന്ന അവനെ ഗുരു തന്നോട് ചേർത്ത് അവിടെ താമസിപ്പിച്ച് അവന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തപ്പോ നല്ല മിടുക്കനായി, ശുഭ്രവസ്ത്രധാരിയായി. അവന്റെ പെരുമാറ്റം എല്ലാവരെയും ആകർഷിച്ചു. അവൻ പതുക്കെ പതുക്കെ ആശ്രമത്തിന്റെ ചുമതലകൾ ഏറ്റെടുക്കുന്ന ഘട്ടത്തിലേക്ക് വരെ വന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം അവിടുത്തെ പൂജാപാത്രങ്ങളിലൊന്ന് കിണ്ടിയോ മുന്തയോ എന്തോ ഒന്ന് കളവ് പോയി, പിച്ചള പാത്രം കളവ് പോയി. എല്ലാവരും അന്വേഷിച്ചു, കാണുന്നില്ല, ആരെയും സംശയിക്കാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം ആരുടെയോ കയ്യിൽ ഈ സാധനം, ഈ മൊന്ത പുറത്തുള്ള ആളുടെ കയ്യിൽ ഇരിക്കുന്നു. അപ്പൊ ഇത് അന്വേഷിക്കുമ്പോ പറയുകയാണ്, ഇത് ഇന്നയാള് എനിക്ക് കൊണ്ട് തന്നതാണ്, ഈ ചാരി എന്ന് പറയുന്ന ആള് എനിക്ക് കൊണ്ട് തന്നതാണ്. അപ്പൊ ഈ ചാരിയെ ആശ്രമത്തിലേക്ക് സ്വീകരിച്ച് ചാരിയുടെ ജീവിതചര്യയൊക്കെ കണ്ട് ഇഷ്ടം തോന്നിയ ഭഗവാൻ ചാരിയെ ബ്രഹ്മചാരി എന്ന് വിളിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോഴാണ് ചാരിയുടെ ഭാഗത്ത് നിന്നാണ് ഈ മൊന്ത കളവ് പോയത് എന്ന് മനസ്സിലാവുന്നത്. അപ്പൊ ഇതറിഞ്ഞയാള് വന്ന് ആശ്രമത്തിൽ വന്ന് ഇത് എല്ലാവരോടും പറഞ്ഞു. എല്ലാവരും ഇത് കേൾക്കുന്നു. ഭഗവാൻ അവിടെ കസേരയിൽ ഇരിക്കുന്നുണ്ട്, ഒന്നും പ്രതികരിക്കുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞപ്പോ ഭഗവാൻ ചാരിക്കും ഈ മോഷ്ടിച്ച മുതലിനെ സ്വീകരിച്ച ആളെയും കൂടെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇവിടെ. രണ്ടുപേർക്കും വഴിച്ചിലവിനുള്ള പൈസ 1 രൂപ കൊടുത്തു ഭഗവാൻ. എന്നിട്ട് പറഞ്ഞു, ബ്രഹ്മം ഇവിടെ നിൽക്കട്ടെ, ചാരി പൊയ്ക്കൊള്ളട്ടെ. പറഞ്ഞു വിട്ടു. അതുപോലെ ആവണം കുഞ്ഞുങ്ങളുടെ തെറ്റുകൾ നമ്മൾ തിരുത്തി കൊടുക്കേണ്ടത്. ഇനി വിദ്യാഭ്യാസ കാലം പിന്നിട്ടാൽ ഒരു വ്യക്തിയുടെ ജീവിത പൂർത്തീകരണത്തിന് ആശ്രമധർമ്മങ്ങളുണ്ട്. അതില് ആദ്യത്തേതാണ് ഈ ബ്രഹ്മചര്യ കാലഘട്ടം, വിദ്യാഭ്യാസ കാലഘട്ടം. ബ്രഹ്മചര്യം പിന്നിട്ടാൽ രണ്ടാമത്തെ ഘട്ടം ഗാർഹസ്ഥ്യമാണ്, അല്ലെ? വിവാഹം കഴിച്ച് കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടം. ഈ ഗാർഹസ്ഥ്യ ഘട്ടത്തിൽ നമ്മൾ എന്താ ചെയ്യണ? ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കാൻ, അല്ലെങ്കിൽ മകന് വിവാഹപ്രായമായി കഴിയുമ്പോ നമ്മൾ മാട്രിമോണിയൽ കോളത്തില് രജിസ്റ്റർ ചെയ്ത് പൊരുത്തം നോക്കും, അല്ലെ? 10 പൊരുത്തവും ഉണ്ടെങ്കിൽ കൊള്ളാം, നന്നായി. പക്ഷെ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, പൊരുത്തം നോക്കേണ്ട കാര്യമില്ല, ജാതക പൊരുത്തം നോക്കേണ്ട കാര്യമില്ല. ചില കണ്ടീഷൻസ് ഉണ്ട് അതില്. ചില കാര്യങ്ങളൊക്കെ യോജിക്കുമെങ്കിൽ വിദ്യാഭ്യാസം, സൗന്ദര്യം, ധനം, അനുരാഗം, ശീലം തുടങ്ങിയ കാര്യങ്ങളിൽ യോജിപ്പുണ്ടെങ്കിൽ പിന്നെ പൊരുത്തം നോക്കേണ്ട കാര്യം ഇല്ല. ഒരേപോലെയുള്ള കുടുംബങ്ങൾ തമ്മിൽ വേണം വിവാഹം നടക്കേണ്ടത്. അല്ലെങ്കിൽ പിന്നീട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ശരിയല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ടെത്തിക്കൊണ്ടുവരുന്ന പല ബന്ധങ്ങളും നമുക്ക് പിന്നീട് ബന്ധനങ്ങളായി മാറുന്നത് ഇതുകൊണ്ടല്ലേ? സാമ്പത്തികമായി ചേർച്ചയുണ്ടാവണം, വിദ്യാഭ്യാസപരമായി ചേർച്ചയുണ്ടാവണം, ധനപരമായി ചേർച്ചയുണ്ടാവണം, സൗന്ദര്യപരമായി ചേർച്ചയുണ്ടാവണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പൊരുത്തം നോക്കേണ്ടതില്ല എന്ന് ഗുരു പറയുന്നുണ്ട്. പക്ഷെ അവിടെ വേറെ കാര്യം കൂടെ ഗുരു ഇത്തിരി സൂത്രശാലിയാ. കാരണം നമ്മളെയൊക്കെ പറ്റി ഭഗവാന് നല്ല തിരിച്ചറിവുണ്ട്. നമ്മളൊക്കെ ചഞ്ചല ചിത്തരാന്ന് ഭഗവാൻ അറിയാം. അപ്പൊ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മള് ഈ പൊരുത്തം നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ട് കല്യാണം നടത്തി കഴിഞ്ഞാൽ
എന്തെങ്കിലും കുഴപ്പം വരുമ്പോ അയ്യോ പൊരുത്തം നോക്കാത്തത് കൊണ്ടാണേന്ന് നമ്മളിരുന്ന് കരയും. അങ്ങനെ പേടിയുള്ളവര് പൊരുത്തം നോക്കിക്കൊള്ളൂ, പക്ഷെ ഇതിന് പ്രഥമ പരിഗണന കൊടുക്കണം. നീ അങ്ങനെ സ്ത്രീധനം മേടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടോ ഭഗവാൻ? ഇവിടൊക്കെ എങ്ങനെയാ സ്ത്രീധനം? ആരും ചോദിക്കില്ല, എല്ലാരും ഗുരുവിന്റെ പാതയിലായി. അറിയാതെ കൊടുക്കും നമ്മൾ. എന്നിട്ടത് നമുക്ക് രജിസ്റ്ററിൽ എഴുതണ്ടേ ഇല്ലേ? നമ്മുടെ ശാഖയുടെ രജിസ്റ്ററിൽ നമ്മൾ എഴുതില്ലേ എത്രയാ കൊടുത്തതെന്നൊക്കെ? ഒരു ഉറപ്പിന് വേണ്ടി എഴുതും അല്ലെ? ഗുരു പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ എഴുതി വെക്കണം? സ്ത്രീധനം കൊടുക്കരുത്, വാങ്ങിക്കരുത്, അത് മക്കളെ വിൽക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ അറിയാതെ കൊടുക്കുകയും മേടിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ ഏറ്റവും കൂടുതൽ ധൂർത്ത് കാണിക്കുന്ന ഒരു കാര്യം കല്യാണമാണ്. ഇപ്പൊ എത്ര ദിവസാ കല്യാണം? 3, 4 ഹൽദി, മെഹന്തി, പിന്നെ അതിനു മുമ്പ് സേവ് ദ ഡേറ്റ് അല്ലെ, പ്രീ മാരേജ് ഷൂട്ട്, പോസ്റ്റ് മാരേജ് ഷൂട്ട്, ഇതൊക്കെ ഇല്ലേ? എത്ര രൂപയാ നമ്മൾ പൊടിച്ചു കളയണത്? വല്ല കാര്യമുണ്ടോ ഇതിന്? ഒരു കാര്യമില്ല. ഭഗവാൻ എത്ര പേരെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിരിക്കുന്ന? 10 പേര്. ആരൊക്കെയാ ഈ 10 പേര്? ഈ പിള്ളേരോടൊക്കെ പറഞ്ഞു കൊടുക്കണം 10 പേരെ കല്യാണത്തിന് കൊണ്ടുപോകും. കല്യാണം ആവൂല. ആരൊക്കെയാ ഈ 10 പേര്? അച്ഛനും അമ്മയും, ചെറുക്കന്റെ അച്ഛനും അമ്മയും, പെണ്ണിന്റെ അച്ഛനും അമ്മയും, രണ്ടുപേരുടെയും കൂട്ടുകാര്, ഏറ്റവും അടുത്ത 1-2 ബന്ധുക്കള്, ആചാര്യനും പുരോഹിതനും. 10ൽ കുറയരുതെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. 10ൽ കുറഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടെന്ന് ഗുരു പറഞ്ഞു. എന്താ കുഴപ്പം? 10ൽ കുറഞ്ഞാൽ ഈ ആചാര്യനെ പുരോഹിതനെയൊക്കെ വിളിക്കാതെ നമ്മൾ പോയി കല്യാണം നടത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പം വന്നാൽ നമുക്ക് ആരുടെങ്കിലും പുറത്ത് കുറ്റം വെക്കണ്ടേ? ആരെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടേ? അതിനാണ് ഈ 10 പേര് എന്ന് വെക്കണം. എന്നുവെച്ചാൽ 10 പേര് തന്നെ ആവണമെന്നില്ല. വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ആൾക്കാരെ മാത്രം നിർത്തിക്കൊണ്ട് വിവാഹം നടത്തുക. ഈ 10 എന്നുള്ളതിൽ നമ്മൾ തൂങ്ങിക്കിടക്കണം എന്നല്ല, പക്ഷെ ഈ 1000 പേരെ വിളിച്ച് നമ്മളൊരു കല്യാണം നടത്തുമ്പോ ഈ 1000 പേരും നമ്മുടെ കുഞ്ഞുങ്ങളെ നിറഞ്ഞനുഗ്രഹിക്കുവോ? ഇല്ല. എന്നിട്ട് നമ്മളോട് എന്ത് പറയും? എല്ലാം കഴിച്ചിട്ട് പോയിട്ട് പറയും അപ്പുറത്തെ വീട്ടിലെ തങ്കമണിയുടെ കല്യാണത്തിന്റെ അത്ര ശരിയായില്ല പാലടാ, ഇല്ലേ? ആ പെങ്കൊച്ചിന്റെ മേക്കപ്പ് ഇച്ചിരി കൂടിപ്പോയി, അത്രയും ലിപ്സ്റ്റിക്ക് വേണ്ടായിരുന്നു. ഇങ്ങനത്തെ കുശുമ്പക്കയില്ലേ നമ്മൾ പറയണേ? നമ്മൾ അവരെ അനുഗ്രഹിച്ച് ഇവന്റെ ജീവിതം സമ്പൂർണ്ണ സംതൃപ്തമാവണേ എന്ന് പറയുന്ന അത്രയും വിശാല മനസ്കരുണ്ടോ നമ്മുടെയൊക്കെ കൂടെ? പിന്നെ നമ്മൾ എന്തിനാ ഈ പാടുപെടണേ? ഇല്ലാത്ത കടം മേടിച്ച് ഒരു കല്യാണം നടത്തി മുടിയാണ് നമ്മൾ. ധൂർത്തൊഴിവാക്കുക, മിത വ്യയം ശീലിക്കുക എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ജീവിതം എങ്ങനെയാണ് കരുപ്പിടിപ്പിക്കേണ്ടതെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാവരോടും ഓടിപ്പോയി കല്യാണം കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടോ? 24 വയസ്സായവരെല്ലാവരോടും. ചിലരോടൊക്കെ കെട്ടരുതെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. ആരോടാ? മാറാവ്യാധികള്, കുഷ്ഠം, ക്ഷയം, ഹൃദ്രോഗം പോലെയുള്ള മാറാവ്യാധികൾ, ചിത്തഭ്രമം, ഭ്രാന്തുള്ളവര്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. ഇവനെ കെട്ടിച്ചാൽ ഇവന്റെ ഭ്രാന്ത് മാറും എന്ന് പറഞ്ഞു. നമ്മളവരെ കെട്ടിച്ച് പുതിയൊരു വെങ്കൊച്ചിന്റെ ജീവിതം കൂടി നമ്മള് കട്ടപ്പുകയാക്കും. ഇനി നട്ടെല്ലുള്ളവരെ കല്യാണം കഴിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തിരിച്ചു നിർത്തി നോക്കുമ്പോ കാണുന്ന നട്ടെല്ലല്ല. ഏതാ? ചങ്കുറപ്പോടെ ഒരു പെൺകുട്ടിയെ പോറ്റാൻ കഴിവുള്ളവനാകണം വിവാഹം കഴിക്കേണ്ടത്. ഏതണ്ടനും അടകോടനും ചെയ്യാൻ പറ്റുന്നതല്ല വിവാഹം. അവിഛിന്ന പ്രേമഭാജവും, അവിഛിന്നമായ പ്രേമത്തോടെ വേണം ദമ്പതികൾ കഴിയേണ്ടത് എന്നാ പറയണ. എന്താ അവിഛിന്നമായ പ്രേമം എന്ന് പറഞ്ഞ? എന്താ പ്രേമം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം? സ്നേഹം. ഏറ്റവും നിഷ്കളങ്കമായ നിസ്വാർത്ഥമായ സ്നേഹത്തെയാണ് പ്രേമം എന്ന വാക്കുകൊണ്ട് വിവക്ഷിക്കുക. അല്ലാതെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അല്ല.
മാംസനിബദ്ധമല്ല രാഗം. സ്ത്രീയും പുരുഷനും പരസ്പരം അറിഞ്ഞ് ധർമ്മമാർഗത്തിൽ ഉറച്ച് കുറ്റങ്ങളും കുറവുകളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ജീവിതം സമ്പൂർണമാവുക. സഹിഷ്ണുത ഉണ്ടാവണം. ഗുരു അവിടെ ഒരു മാരേജ് കൗൺസിലറാണ്. വിവാഹപൂർവ്വ കൗൺസിലിംഗ് എന്നൊരു സാധനം നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോ നിങ്ങളുടെയൊക്കെ യൂണിയനിലില്ലേ? ഉണ്ട്. എല്ലാ കുഞ്ഞുമക്കളും പോയി അത് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ കല്യാണത്തിന് മുമ്പ്? ഉണ്ടല്ലേ? പക്ഷെ ഞങ്ങളുടെ നാട്ടിലൊക്കെ അറ്റൻഡ് ചെയ്യും. ഇനി നമുക്ക് ഭയങ്കര തിരക്കുകളല്ലേ നമ്മുടെ മക്കൾക്കൊക്കെ. അപ്പൊ അതുകൊണ്ട് അവർക്ക് സമയമില്ല, ജോലി കളഞ്ഞിട്ട് വരാൻ നേരമില്ലാത്തത് കൊണ്ട് അറ്റൻഡ് ചെയ്തില്ലെങ്കിലും 1000 2000 രൂപ അടച്ചാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കും. അങ്ങനെയുമുണ്ട്. നമ്മളാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. വേറൊരു സമൂഹങ്ങളിലും ഇതിനോടൊന്നും വിമുഖത കാണിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ മാരേജ് കൗൺസിലിംഗ് തുടങ്ങിയിട്ട് എത്ര വർഷമായി? വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. ഗുരു എന്നാ കൗൺസിലിംഗ് നടത്താൻ പറഞ്ഞിരിക്കണേ? 1924 പറഞ്ഞതാ. കല്യാണത്തിന് മുമ്പ് ഇവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണം. അറിവില്ലാത്തവർ അറിവുള്ളവരെ കൊണ്ട് ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് വേണം ഇവരെ വിവാഹ ജീവിതത്തിലേക്ക് കടത്തിവിടാൻ. ഇനി വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ചു കഴിയുമ്പോ ഒരു വ്യക്തിയുടെ ജീവിതം സമ്പൂർണമാവാൻ അവർ പാലിക്കേണ്ടുന്ന 3 സാധനങ്ങളുണ്ട്. പഞ്ചകത്രയങ്ങൾ. എന്തൊക്കെയാണത്? ശുദ്ധി, പഞ്ചകം, പഞ്ചശുദ്ധി അല്ലേ? പഞ്ചധർമ്മങ്ങൾ, ധർമ്മ പഞ്ചകം, പഞ്ചമഹായജ്ഞങ്ങൾ അല്ലേ? ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ? എന്താ ശുദ്ധി പഞ്ചകം, പഞ്ചശുദ്ധി? ഇതൊക്കെ ഇങ്ങനെ ഓടിച്ചു പോവാണ്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ ഒന്നും കൂടി ഒന്ന് കേൾക്കുന്നു എന്ന് കരുതുക. എന്താ പഞ്ചശുദ്ധി? മനഃശുദ്ധി, വാക്ശുദ്ധി, ശരീരശുദ്ധി. 2 സാധനങ്ങളും കൂടി ഉണ്ട്, പറഞ്ഞടാ. ഇന്ദ്രിയശുദ്ധി, ഗൃഹശുദ്ധി. എന്താ വാക്ശുദ്ധി? സത്യം, ദയ, സ്നേഹം, അനുകമ്പ ഇവയൊക്കെ നിറഞ്ഞ പ്രസാദാത്മകമായ വാക്കുകളാണ് നമ്മിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടത്. മനഃശുദ്ധി, മനസ്സിലും ഈ പറയുന്ന ഗുണങ്ങളൊക്കെ ഉള്ളവർക്ക് പുറത്തേക്ക് വരുന്ന വാക്കുകൾ നല്ലതാവൂ. നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെട്ട വാക്ക് ഒരിക്കലെങ്കിലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? വടി കൊണ്ടൊരടിയെ കൊടുത്താൽ ആ വേദന മാറും അല്ലെ? പക്ഷെ വാക്കുകൊണ്ട് വേദനിപ്പിച്ചാൽ അതൊരിക്കലും മറന്നു പോവില്ല. അപ്പൊ വാക്ക് എപ്പോഴും പ്രസാദ മധുരമാവണം. ഗുരുവിന്റെ വാക്കുകൾ എങ്ങനെയായിരുന്നു? തന്നോട് ചേരുന്നവരൊക്കെ അവർക്ക് വേണ്ട രീതിയിൽ നല്ല വാക്കോതി ചേർത്ത് നിർത്തിയ ആളാണ് ശ്രീനാരായണ ഗുരുസ്വാമി തൃപാദങ്ങൾ. പിന്നെ എന്തുണ്ടാവണം? ശരീരശുദ്ധി ഉണ്ടാവണം. ഈ ശരീരശുദ്ധിയെ പറ്റി നമ്മൾ ഡോക്ടർമാരൊക്കെ പറഞ്ഞു തരും അല്ലെ? അതുപോലെ ഭഗവാൻ പറഞ്ഞു വച്ചിട്ടുണ്ട്. നിത്യം ശുദ്ധോദക സ്നാനം, മലസ്രോത വിശോധനം. ദിവസവും ശുദ്ധജലത്തിൽ കുളിക്കണം. വെറുതെ കുളിച്ചാ പോരാ. ശുദ്ധിർദന്ത നഖാനാം. പല്ലുകളും നഖങ്ങളും വൃത്തിയാക്കണം. ശുദ്ധ വസ്ത്രസ്യ ധാരണം. ശുദ്ധമായ വസ്ത്രം ധരിക്കണം. മാത്രം പോരാ, കൈകാലുകൾ വൃത്തിയാക്കണം. കരപാദാദി സംശുദ്ധിർ. ഇങ്ങനെ നല്ല വായു ശ്വസിച്ച്, നല്ല ഭക്ഷണം കഴിച്ച്, നല്ല വസ്ത്രം ധരിച്ച് ശരീരശുദ്ധിയുള്ളവരായി ജീവിക്കണം. ഓരോന്നും കൃത്യം എടുത്ത് അവിടെ വൃത്തിയാക്കണം, ഇവിടെ വൃത്തിയാക്കണം എന്നൊക്കെ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. വേറെ ഏതെങ്കിലും ഒരു ഗുരു ഇത് പറഞ്ഞിട്ടുണ്ടോ?
ഗുരുവിനെ ഇത് പറയാൻ പ്രേരിപ്പിച്ചത് അന്ന് കാലത്ത് നാമൊക്കെ എങ്ങനെയായിരുന്നു? ഈഴവരാതി പിന്നാക്കക്കാരെന്ന് തള്ളിയിട്ടിരുന്നവരാ ഇല്ലേ? നമുക്ക് വൃത്തിയും ശുദ്ധിയും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ഭഗവാൻ എഴുതിയതാണ്. അന്ന് ഗുരു പറയണ്ട്, നിങ്ങൾക്ക് ശുദ്ധിയുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെയും പിന്നിൽ പോവില്ല. ശുദ്ധിയും വൃത്തിയും ഉള്ളവനാണ് എവിടെയും പോയി മനസ്സുറപ്പോടെ നമുക്ക് നിൽക്കാം, നമ്മളെ ആരും തള്ളിക്കളയില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അതേ കാര്യം നമ്മൾ ഇപ്പൊ പ്രാവർത്തികമാക്കുന്നുണ്ട് അല്ലെ? കൊറോണ കാലത്ത് നമ്മള് അവിടെ തൊട്ടാൽ കൈ കഴുകും, ഇവിടെ തൊട്ടാൽ കൈ കഴുകും ഇല്ലേ? ഇതൊക്കെ ഗുരു 100 വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളിപ്പോ പ്രാവർത്തികമാക്കി തുടങ്ങുക. ഇനി ഗൃഹശുദ്ധി അതെങ്ങനെയാവണം? 1 കോടി രൂപ മുടക്കി വീട് വെച്ചാൽ മതിയാവോ ഗൃഹശുദ്ധിക്ക്? അടുക്കളയിൽ നിന്ന് തുടങ്ങണം. പണ്ടത്തെ നമ്മുടെ വീടുകളൊക്കെ, ഗുരുവിന്റെ കാലത്തെ വീടുകളൊക്കെ വളരെ ചെറിയ ചെറിയ മുറികളും അല്ലെ, കാറ്റും വെളിച്ചവും ഒക്കെ വളരെ കുറഞ്ഞ, ഇതുപോലെ വിശാലമായ ജനലുകളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അന്നേ ഗുരു പറഞ്ഞിട്ടുണ്ട്, കാറ്റും വെളിച്ചവും വായുവും യഥേഷ്ടം കയറി ഇറങ്ങുന്ന രീതിയിലാവണം നമ്മുടെ ഗൃഹനിർമ്മിതി. ഭഗവാൻ അവിടെ ഒരു സിവിൽ എഞ്ചിനീയർ ആയി. അടുക്കള ഏറ്റവും വൃത്തിയുള്ള സ്ഥലമാവണം. ചീഞ്ഞതോ മോശമായതോ ദുർഗന്ധം വമിക്കുന്നതോ ആയ ഒന്നും നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ച് വയ്ക്കരുത്. വീട്ടിൽ നിന്ന് ദൂരെയാവണം ശൗചാലയങ്ങൾ. അതിപ്പോ അത്ര പോസിബിൾ അല്ല അല്ലെ? നമ്മൾ ടൗണിലൊക്കെ താമസിക്കുന്നവർക്ക് വളരെ കുറച്ച് സ്ഥലമേ ഉണ്ടാവൂ. അപ്പൊ നമ്മൾ വീടിനോട് ചേർന്ന് തന്നെ ശൗചാലയങ്ങൾ ഉണ്ടാക്കും. പക്ഷെ അത് വൃത്തിയോടെ സൂക്ഷിക്കണം. ദിവസവും അടിച്ച് തുടച്ച് വൃത്തിയാക്കി വിളക്ക് കൊളുത്തി ഭവനത്തെ ശരീരം പോലെ തന്നെ വൃത്തിയുള്ളതായി സൂക്ഷിക്കണം. ഇതൊക്കെ ചെയ്താൽ ആരോഗ്യമുള്ള ഒരു തലമുറ ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടും. അതാണ് പഞ്ചശുദ്ധി. ഇനി എന്താ പഞ്ചധർമ്മം? കുളിച്ചു മിടുക്കനായി നല്ല ഉടുപ്പൊക്കെ ഇട്ട് നല്ല വായു കയറുന്ന വീട്ടിൽ താമസിച്ചത് കൊണ്ട് മാത്രം വല്ല കാര്യമുണ്ടോ? പിന്നെയോ പഞ്ചധർമ്മങ്ങൾ പാലിക്കണം അല്ലേ? എന്താ പഞ്ചധർമ്മങ്ങൾ? അഹിംസ, സത്യം, അസ്തേയം, അവ്യഭിചാരം, മദ്യവർജനം. എന്താ അഹിംസ? ഒന്നിനെയും കൊല്ലരുത്. അനുകമ്പ ദശകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് അല്ലെ? ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നാണ് ഭഗവാൻ പറയുക. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ ഒന്നിനെയും ഉപദ്രവിക്കരുത്. അതാണ് അഹിംസ. സത്യം മാത്രം പറയുക. അസ്തേയം. എന്താ അസ്തേയം? അന്യന്റെ സ്വത്ത് അപഹരിക്കാതിരിക്കൽ, കട്ടെടുക്കാതിരിക്കൽ എന്ന് പറഞ്ഞാൽ കട്ടെടുക്കാതിരിക്കൽ എന്ന് മാത്രമല്ല, മനസ്സുകൊണ്ട് പോലും മറ്റൊരാളുടെ ധനത്തെ നമ്മള് ആഗ്രഹിക്കരുത്. അന്യന്റെ വേലി മാന്താൻ പോകരുത്. കോട്ടയത്തൊന്നും അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നു. ചേർത്തലക്കാർക്ക് മാത്രമേ അതുള്ളൂ അല്ലേ? കോട്ടയംകാരൊക്കെ സുന്ദരികളും സുന്ദരന്മാരും മനപ്രകാശമുള്ളവരും ഇന്ദ്രിയ ശുദ്ധിയുള്ളവരും ഒക്കെയാണ്. അപ്പൊ അന്യന്റെ മുതല് നമ്മള് ആഗ്രഹിക്കരുത്. അവനവന് യോജിച്ച രീതിയിലുള്ള തൊഴിൽ ചെയ്ത്, എങ്ങനെയുള്ള തൊഴിൽ ചെയ്യണമെന്നാ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്? എനിക്ക് കാശുണ്ടാക്കണം, മറ്റവൻ എങ്ങനെ വേണേലും പൊക്കോട്ടെ എന്നാണോ? അല്ല. ഗുരു ആത്മോപദേശ ശതകത്തിൽ പറയുന്നുണ്ട്, ഒരുവന് നല്ലതും അന്യനല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധിയോർത്തിടേണം. അല്ലേ? ഞാൻ ചെയ്യുന്ന തൊഴിൽ കൊണ്ട് മറ്റൊരാൾക്ക് ഗുണമുണ്ടായില്ലെങ്കിലും ദോഷമുണ്ടാവരുത്. ആ രീതിയിലുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തണം. അന്യന്റെ മുതലിലേക്ക് നോക്കരുത്. അവ്യഭിചാരം. എന്താ അത്? ഗുരു പറയുന്നുണ്ട് ശ്രീനാരായണ ധർമ്മത്തില്, വീക്ഷണം പരനാരീണാം കാമസങ്കൽപ്പപൂർവകം
തൽസല്ലാഭച്ച തദ്യോഗോ വ്യഭിചാരം ഇതി സ്മൃതഃ. വീക്ഷണം പരനാരീണാം, മറ്റൊരു സ്ത്രീയെ മോശമായ രീതിയിൽ നോക്കുന്നത് പോലും വ്യഭിചാരത്തിൽ പെടും. ചാട്ടുളി പോലെയാണ് ചോദ്യങ്ങൾ ചോദിക്കണ. നമ്മളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് സപ്തധാതുക്കൾ കൊണ്ടാണ്. സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ചിരിക്കുക. അപ്പൊ സ്വന്തം ഭാര്യയിൽ ഇല്ലാത്ത മറ്റെന്താണ് മറ്റൊരു സ്ത്രീയിലുള്ളത് എന്ന് പുരുഷനോട് ഗുരു ചോദിക്കുന്നുണ്ട്. അതേപോലെ സ്ത്രീയോടും അത്രയേറെ സംശുദ്ധിയോടെ ജീവിക്കണം എന്നാണ് ഭഗവാൻ പറഞ്ഞു വെക്കുന്നത്. ഇന്ദ്രിയ ശുദ്ധിയോടെ ജീവിക്കണം എന്ന്. കോലേദ്രേശസ്തവത്തിൽ ഇത്തിരി മുമ്പ് അമ്മമാര് ചൊല്ലിയില്ലേ? എന്താ ചൊല്ലിയേ? ഈലോചനമാതീന്ദ്രിയം ഏതെങ്കിലും ഒന്നിങ്ങ് ആലോചന കൂടാതെ അബദ്ധത്തിങ്കലണഞ്ഞാൽ ആലാക്കിലുടൻ സന്മതി തോന്നിക്കുകെനിക്കൻ കോലത്തു കരക്കോവിലിൽ വാഴും പരമേശൻ. അല്ലേ? പിന്നെയും പറയുന്നുണ്ട്, എന്താ? കൈകാൽ മുതലാമെന്നുടെ അംഗങ്ങളിലൊന്നും ചെയ്യാതൊരു സൽക്കർമ്മമൊഴിഞ്ഞങ്ങ് അവിവേകാൽ വയ്യാത്തതു ചെയ്യാൻ തുനിയാതാക്കുക വേണം കോലത്തു കരക്കോവിലിൽ വാഴും ഭഗവാനെ. അല്ലേ? അവിടെ ഇതാ പറയണ, നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മുടെ കൈവിട്ടു പോയാൽ അതിനെ അടക്കി തിരിച്ചു കൊണ്ടുവരാനുള്ള കനിവ് തരണേ ഭഗവാനെ എന്നാണ് ഗുരു പറയണത്. അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ച പ്രാർത്ഥനയാണ്. ഇല്ലേ? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളൊക്കെ നമ്മളെ ചതിക്കും. നമ്മുടെ കാഴ്ചകൾ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാഴ്ചകളാണ് ഇപ്പൊ അവരെ ഏറ്റവും മോശമായ രീതിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഇവിടെയുള്ള കുഞ്ഞുങ്ങളുടെ ഒന്നും കയ്യിൽ മൊബൈൽ ഇല്ലാത്തത് വളരെ സന്തോഷം. കാഴ്ച അവനെ മോശമായ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. കേൾവി, മോശമായ കാര്യങ്ങൾ കേൾക്കുന്നു. ഇതൊക്കെ ഈ ലോകത്തുണ്ട്. ഇതൊക്കെ നമുക്ക് കളയാൻ പറ്റുമോ? മൊബൈൽ നമുക്ക് ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഇതൊക്കെ അനുഭവിക്കുമ്പോഴും, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ അഭിവൃദ്ധിക്ക് വേണ്ടതാണ്, ഇതൊക്കെ അനുഭവിക്കുമ്പോഴും ഈശ്വരനിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് കഴിയണം. അതാണ് ഭഗവാൻ അവിടെ പറഞ്ഞു വയ്ക്കുക. അവ്യഭിചാരം, മദ്യവർജനം. ഇപ്പൊ അമ്മ പറയും കോട്ടയത്തുകാരൊന്നും ഒന്നിനുമില്ല. ആണോ കോട്ടയത്തുകാര് ചേട്ടന്മാരെ? മദ്യവർജനം. ഇവിടെ ആരും കുടിക്കില്ല, വെള്ളം പോലും കുടിക്കില്ലേ? ബുദ്ധിർ വൈകല്യജനകം മദ്യമിതുരുച്യതേ ബുധായിർ മദ്യസേവാ ന കുർവീത മദ്യം വിഷസമം വിദു. ഭഗവാൻ ശ്രീനാരായണ ധർമ്മത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. മദ്യം ബുദ്ധിക്ക് വൈകല്യമുണ്ടാക്കുന്നു. മദ്യം മാത്രല്ല, ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന വേറെ കുറെ സാധനങ്ങളുണ്ട്, ഇല്ലേ? ആ MDMA കണ്ട, അമ്മയ്ക്ക് എന്തൊരു നല്ല അറിവാന്ന് നോക്കിയ. MDMA എടുക്കണമെങ്കിൽ 5 വർഷം പഠിച്ച് പിന്നെയും 2 വർഷം പഠിക്കണം. ഉടനെ കിട്ടുന്ന സാധനമാണോ MD? അല്ല. MA എടുക്കണേലും കുറച്ച് 7 വർഷം പഠിക്കണം. MDMAക്ക് ഇത് വല്ലതും വേണോ? 7ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ ഒരു പൊതി മേടിച്ച് വിതരണം ചെയ്യാൻ തയ്യാറായാൽ അവൻ MDMA-കാരനായി, ഇല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഇതിലെവിടെയാ ശ്രദ്ധിക്കേണ്ട? ഏറ്റവും കൂടുതൽ മയക്കുമരുന്നിന്റെ ക്യാരിയറുകളാകുന്ന നമ്മുടെ പെൺകുഞ്ഞുങ്ങളാ. നമ്മൾ ഏത് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഏത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലോ കോണ്ടാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അതാണ്. അതും 12 വയസ്സിന് മുകളിൽ 15 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളെയാണ് ക്യാരിയർമാരായിട്ട് ഉപയോഗിക്കുക. ഇത് മേടിച്ച് മറ്റേ ആ ചേട്ടന് കൊണ്ട് കൊടുത്താൽ നിനക്ക് 2000 രൂപ തരാം. നമ്മൾ കൊടുക്കൂ 2000 രൂപ പോക്കറ്റ് മണിയായിട്ട് കൊച്ചിന്? അപ്പൊ ഏതാ എളുപ്പം? ഈ പൊതി മേടിച്ചു കൊടുത്താൽ മതി, 2000 രൂപ പോക്കറ്റിലാകും. അപ്പൊ അത്തരം കാലത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിനൊക്കെയുള്ള ചുട്ട മറുപടിയാണ്, നല്ല മാർഗമാണ്, പരിഹാര മാർഗമാണ് ശ്രീനാരായണ ധർമ്മം പഠിപ്പിക്കുക എന്നുള്ളത്. ഈ മദ്യം, ഈ മയക്കുമരുന്ന്, ഗുരു അതിനൊക്കെ പേരും പറയുന്നുണ്ട്. അന്നത്തെ കാര്യങ്ങൾ, അന്ന് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളുടെ പേര്. കറുപ്പ്,
കഞ്ചാവ് എന്നൊക്കെ. ഇന്നാണ് LSD, മരീജുവാന, കൊക്കൈൻ, ഹെറോയിൻ, MD, MA എന്നൊക്കെ പറയുന്നത്. ഈ സാധനങ്ങളൊക്കെ നമ്മുടെ നാഡീവ്യവസ്ഥയെയാണ് ബാധിക്കുക. ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിവേകത്തെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗത്തെ മയക്കിക്കളയും. ഇപ്പൊ നമുക്കൊരു കാര്യത്തില് ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായി പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ഈ ചേട്ടൻ വിചാരിക്കണം, ഇല്ലേ? പട്ടി വരുന്നു ഓടിക്കോ എന്ന് ആരാ പറയണേ? നമ്മൾ കണ്ടാ മാത്രം നമ്മൾ ഓടുവോ? കാണുമ്പോ ഇതിവിടെ സന്ദേശം വരും, പട്ടി വരുന്നുണ്ട് ഓടിക്കോ എന്നുള്ള സന്ദേശം നമ്മുടെ കാലുകളിലേക്ക്, ഞരമ്പുകളിലേക്ക് എത്തുമ്പോഴാണ് നമ്മള് 100, 110 ഓടുന്നത്. ഈ സന്ദേശം നേരാൻ വണ്ണം വന്നില്ലേ നമ്മൾ ഓടുവോ? പട്ടി വരുമ്പോ ചിരിച്ചോണ്ട് നിൽക്കും, അപ്പുറത്തെ വീട്ടിലെ ചേട്ടനാന്ന് വിചാരിച്ചു, അല്ലേ? അപ്പൊ ഇതിനൊക്കെ, ഈ വിവേകത്തിന്റെ കേന്ദ്രത്തെ മയക്കുമരുന്നും മദ്യവും മയക്കി കളഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള വിവേകം നഷ്ടപ്പെടുകയാണ്. അപ്പോഴാണ് അവര് അമ്മയെ തിരിച്ചറിയാതെ, സഹോദരിയെ തിരിച്ചറിയാതെ, കുഞ്ഞുങ്ങളെ തിരിച്ചറിയാതെ ഒക്കെ പെരുമാറുക. കോട്ടയം മെഡിക്കൽ കോളേജിലെ, നഴ്സിംഗ് കോളേജിലെ റാഗിങ് നമ്മൾ കേട്ടില്ലേ? ഭൂമിയിലെ മാലാഖമാരെന്നാ നമ്മൾ നഴ്സുമാരെ വിളിക്കണം. ഇവരൊക്കെ നഴ്സുമാരായാൽ നമ്മുടെ ഗതി അധോഗതി, അല്ലേ? അപ്പൊ ഇതിന്റെ ഒക്കെ കാരണം എന്താ? ഇപ്പൊ ഇവിടെ കോട്ടയത്തല്ലേ ഒരു വീട്ടിലെ 2 പേരെ കൊലപാതകം ചെയ്തത്, അല്ലേ? തിരുവനന്തപുരത്ത് നമ്മുടെ ഫൈസല് എത്ര പേരെയാണ് കൊല വിളിച്ചത്? ഇതിന്റെ ഒക്കെ പിന്നിൽ എന്താ? വിവേകത്തെ മയക്കി കളയുന്ന ഈ വിഷവസ്തുക്കളാണ്. ഇതിന്റെ ഈ ഓരോ കാര്യങ്ങളും നമ്മളിപ്പോ അധ്യാപകർ എന്നുള്ള രീതിയിൽ നമ്മൾ ക്ലാസ്സുകൾക്കൊക്കെ പോകുമ്പോ ഇതിന്റെയൊക്കെ ക്ലാസ്സുകൾ എടുക്കും നമുക്ക്. ഈ മദ്യം എന്തിനു ബാധിക്കുന്നു, എവിടെ എങ്ങനെ ബാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ ഇപ്പോ നമ്മുടെ ഈ സൈക്യാട്രിസ്റ്റുമാരും അല്ലെങ്കിൽ ഫിസിഷ്യന്മാരും കമ്മ്യൂണിറ്റി മെഡിസിൻ പഠിക്കുന്ന ഡോക്ടേഴ്സും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്ന സാധനങ്ങളൊക്കെ കൃത്യമായി സംസ്കൃതത്തിൽ ഭഗവാൻ എഴുതി വച്ചിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ അറിയണില്ല. നമ്മൾ പൊട്ടന്മാരായിട്ട്, പൊട്ടക്കിണറ്റിലെ തവളകളായിട്ട് ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ മദ്യവർജനം വരെ നമ്മൾ എത്തി. ഇനി നമ്മള് ഗൃഹസ്ഥാശ്രമി പാലിക്കേണ്ട 5 യജ്ഞങ്ങളുണ്ട്. പഞ്ചമഹായജ്ഞങ്ങൾ ഏതൊക്കെയാ? ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം, ഭൂതയജ്ഞം, പിതൃയജ്ഞം, നരയജ്ഞം അഥവാ അതിഥി യജ്ഞം. ബ്രഹ്മയജ്ഞം എന്ന് പറഞ്ഞാല് സാക്ഷാൽ ഈശ്വരനെ ഉപാസിക്കുന്ന മാർഗങ്ങൾ, മന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, സാധനകൾ ഉപയോഗിച്ചുകൊണ്ട് ഈശ്വരോപാസന. ദേവയജ്ഞം എന്ന് പറഞ്ഞാല് ദേവന്മാരെ പ്രീതിപ്പെടുത്തുന്ന പൂജകൾ, പുഷ്പങ്ങൾ ഉപയോഗിച്ചോ ഹവിസ്സുകൾ ഉപയോഗിച്ചോ സമിത്തുക്കൾ ഉപയോഗിച്ചോ ചെയ്യുന്ന പൂജകൾ. ദേവനും ബ്രഹ്മവും തുല്യമല്ല. ആണോ? ദേവനും ഈശ്വരനും തുല്യനാണ്? അല്ല. ദേവനും ദൈവവും ഒന്നാണോ? അല്ല. ഈശ്വരൻ എന്ന് പറഞ്ഞ സാക്ഷാൽ ബ്രഹ്മമാണ്, അല്ലെ? നാദ രൂപ രുചി ഗന്ധരഹിതനായ അകവും പുറവും തിങ്ങി വിളങ്ങുന്ന ഈശ്വര സ്വരൂപം, പ്രകാശ സ്വരൂപമാണ് ബ്രഹ്മം. ആ ബ്രഹ്മത്തെ തിരിച്ചറിയാനുള്ള കഴിവ് അല്ലെങ്കിൽ അനുഭവിക്കാനുള്ള കഴിവ് സാധാരണ ലൗകികരായ നമുക്കില്ലാത്തത് കൊണ്ട് നാം ചില പ്രതീകങ്ങളെ ഉപയോഗിക്കുന്നു. അവരാണ് ദേവന്മാർ. ആ ദേവന്മാരെ ഉപാസിക്കാനാണ് നമ്മൾ ഈ യജ്ഞങ്ങൾ, ദേവയജ്ഞങ്ങൾ ചെയ്യുക, യാഗഹോമ മന്ത്രാദികൾ. ഇനി ഭൂതയജ്ഞം എന്ന് പറഞ്ഞാൽ മനുഷ്യനൊഴിച്ച് മറ്റെല്ലാ ജീവജാലങ്ങളെയും നാം ഒരുപോലെ ഉപാസിക്കുകയും സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും വേണം. അതാണ് ഭൂതയജ്ഞം. പിതൃയജ്ഞം അത് നമുക്കറിയാം. നമ്മൾ ആണ്ടുബലിയിടാൻ പോവാറുണ്ട്, നമസ്കാരം ചെയ്യാറുണ്ട്, അല്ലെ? നമ്മളുടെ പിതൃക്കളുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിന് കൂടിയേ തീരൂ. അതുകൊണ്ടാണ് പിതൃയജ്ഞം. ഇനി എന്താ അതിഥി യജ്ഞം എന്ന് പറഞ്ഞാൽ? അതിഥികളെ എങ്ങനെ സ്വീകരിക്കണം? അതിഥി ദേവോ ഭവ.
നമ്മൾ എപ്പോഴും ഒരു നല്ല ഗൃഹസ്ഥാശ്രമി ഭാര്യയും ഭർത്താവും എങ്ങനെയായിരിക്കണം എന്നാ പറയണേ? നമ്മുടെ വീട്ടിലൊരു അതിഥി വരും എന്നുള്ള പ്രതീക്ഷ നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അവരൊരു ആഹാരം നമ്മള് കരുതി വയ്ക്കണം. ഇനി ഭക്ഷണം കഴിക്കുന്നതിന് നമുക്ക് ഭൂതങ്ങൾക്ക് കൊടുത്തിട്ട് വേണം കഴിക്കാൻ എന്ന് പറയും പണ്ട്. കുറച്ച് ഭക്ഷണം ഒരു അതിഥിക്ക് വേണ്ടി നമ്മള് കരുതി വയ്ക്കണം. അതിഥി ആരാവാം? ആരുമാവാം അല്ലെ? നമ്മളെക്കാൾ താഴ്ന്നവനോ നമ്മളെക്കാൾ ഉയർന്നവനോ ആരുമായിക്കൊള്ളട്ടെ, അവനെ ഒരേ മനസ്സോടെ സ്വീകരിക്കണം. അതാണ് അതിഥി യജ്ഞം അഥവാ നരയജ്ഞം. ഇങ്ങനെ ഭാര്യാഭർത്തൃ ബന്ധം അങ്ങേയറ്റം മനോഹരമായി കൊണ്ടുപോയാൽ സൽസന്താന ലബ്ധി ഉണ്ടാവുകയും കുടുംബ ജീവിതം അങ്ങേയറ്റം സന്തുഷ്ടമായി തീരുകയും ചെയ്യും. നമ്മളുടെ മക്കൾക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം പകർന്നു കൊടുത്ത് അവരെ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ, ഉത്തരവാദിത്വത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈശ്വരനിലേക്ക് അടുക്കാം എന്നാ പറയണേ. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഒഴിച്ചു വെച്ച്. അത് എത്രാമത്തെ വയസ്സിലാ? ഇന്നത്തെ കാലത്ത് ഗവൺമെന്റ് സർവൻസ് റിട്ടയർ ചെയ്യണത് 56 വയസ്സിലാ. ചിലപ്പോ 60 ആക്കാൻ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. 58 ആകുമോ 60 ആകുമോ എന്നൊക്കെയുള്ള 68 കേന്ദ്രത്തില് കേന്ദ്രത്തിൽ 62 ഗുരുവിന്റെ ഒരു കാൽക്കുലേഷനിൽ ഗുരു 60 വയസ്സ് വരെയാണ് നമ്മളോട് പറയണത്. അത് ഓരോരുത്തരുടെ കാലഘട്ടത്തിനനുസരിച്ച് നമുക്കത് സ്വീകരിക്കാം. അന്നൊക്കെ വാനപ്രസ്ഥം എന്നൊരു സാധനം ഉണ്ടായിരുന്നു, കാട്ടിൽ പോയി ജീവിക്കുക. ഇന്നത് സാധ്യമല്ല. നാം എന്നാണോ നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊഴിയുക അന്ന് നമുക്ക് പൂർണ്ണ സന്യാസത്തിലേക്ക് പ്രവേശിക്കാം എന്ന് ഗുരു പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇനി അവിടെ മറ്റൊരു കാര്യം, നമ്മളിപ്പോ ഓരോ കാര്യം പറയുമ്പോഴും നമ്മളിങ്ങനെ സൈക്കോളജി പഠിക്കുന്ന പോലെ ഗുരുവിന്റെ ചരിത്രം പഠിക്കാം, ഗുരു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. ഒരാളുടെ ജീവിതത്തിൽ ജീവിത പങ്കാളി വളരെ നേരത്തെ വിട്ടുപോയാൽ ഗുരുവിനോട് ശിഷ്യന്മാര് ചോദിച്ചതാ, ഇനി നേരത്തെ എങ്ങാൻ ഭാര്യയോ ഭർത്താവോ നഷ്ടപ്പെട്ടു പോയാൽ അവർ പിന്നെ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഒരു പൂർണ്ണ സന്യാസത്തിലേക്ക് തിരിയണോ? അപ്പൊ ഗുരു പറയുന്നുണ്ട്, പുനർവിവാഹം ആവാം. കാലവും ദേശവും പ്രായവും അനുവദിക്കുന്നുവെങ്കിൽ, ആരോഗ്യവും അനുവദിക്കുന്നുവെങ്കിൽ പുനർവിവാഹം ആവാം. എത്ര ദീർഘദർശിയായ ക്രാന്തദർശിയായ ഭഗവാൻ അല്ലേ? ഇനി അവിടെയാണ് ഗുരുവിന്റെ ആ ശാസ്ത്ര അവബോധം. ഗുരു ഒരു ശാസ്ത്രകാരനാവണം, അല്ലെ ഗുരു ഒരു ഡോക്ടർ ആവണം എന്ന് പറയണത്. സന്താനലബ്ധിക്കു വേണ്ടിയാണ് പുനർവിവാഹമെങ്കിൽ വിവാഹത്തിന് മുൻപ് സ്ത്രീയും പുരുഷനും ആരോഗ്യ പരിശോധന നടത്തിയിരിക്കണം. എന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്ന് പറഞ്ഞതാ ഭഗവാൻ ഇത്. എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്? നമ്മൾ നേരത്തെ പറഞ്ഞ ഗുരു ഒരു എംബ്രയോളജിസ്റ്റ് ആയി. ക്വാളിറ്റിയുള്ള കുഞ്ഞുണ്ടാവണമെങ്കിൽ ആരോഗ്യസ്ഥിതി നന്നായിരിക്കണം. അതുകൊണ്ട് പുനർവിവാഹം ആവാം എന്ന് വിചാരിച്ച് തോന്നിയ പോലെ നടക്കണം എന്നല്ല ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ജീവിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ 16ാമത്തെ ക്രിയ അപരക്രിയ അല്ലെങ്കിൽ ശേഷക്രിയ എന്ന് പറയും. എന്താ അത്? മരിച്ചതിന് ശേഷം, ശരീരം ഉപേക്ഷിച്ചതിന് ശേഷം ചെയ്യുന്ന ക്രിയ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ 16 എന്ന് പറഞ്ഞ ആകെ ഒരു സാധനം ഞങ്ങൾക്ക് അറിയുള്ളൂ. ഞങ്ങളുടെ നാട്ടിൽ 16 എന്ന് പറഞ്ഞാൽ 16 അടിയന്തരമാണ് മരിച്ചു കഴിഞ്ഞ് നടത്തുന്നത്. പക്ഷെ ഗുരു പറഞ്ഞിട്ടുണ്ട്, 10ഉം പുലയും ആചരിച്ചാൽ മതി. 10 ദിവസം പുലയാചരിച്ചാൽ മതി. ഈ 10 ദിവസം ഒരാള് മരിച്ചാൽ എന്ത് ചെയ്യണം എന്നാ ഗുരു പറഞ്ഞിരിക്കണേ? 3 മണിക്കൂർ വരെ മാക്സിമം വെച്ചാൽ മതി എന്നാ പറഞ്ഞിരിക്കണം. 3 മണിക്കൂർ കഴിഞ്ഞാൽ കത്തിച്ച് കളഞ്ഞേക്കണം എന്ന്. കാരണം നമ്മുടെ ഉള്ളിൽ ഒരു ശിവമുണ്ട് അല്ലെ, ഒരു വിളക്കിരിപ്പുണ്ട്, ബ്രഹ്മവിരിപ്പുണ്ട്. അതിറങ്ങി പോകുമ്പോഴാണ് നമ്മൾ ആരാകുക? ശവമാകുക. ആ ശവത്തിന് എന്തേലും കാര്യമുണ്ടോ ഈ ലോകത്ത്? ഉണ്ടോ? നമ്മൾ അതിനെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുവോ? എത്ര നേരം ഇരിക്കും? നമ്മള് അങ്ങ് എത്ര ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ഉള്ളിനോടുള്ളിൽ ചേർത്ത് വെക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും അത് ശവമായി കഴിഞ്ഞാൽ
നമ്മൾ ആരെങ്കിലും അതിന്റെ കൂടെ പോകാൻ തയ്യാറാകുമോ? പണ്ട് സതി ഉണ്ടായിരുന്നു അല്ലേ? ഭർത്താവ് മരിച്ചാൽ ഭാര്യ തീയിൽ ചാടി മരിക്കുമായിരുന്നു. സ്വന്തം ഇഷ്ടപ്രകാരമാണോ തള്ളിയിടുക ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ കാലത്ത് ആരെങ്കിലും അതിന് തയ്യാറാകുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞിരിക്കണേ? കത്തിച്ച് കളയണം. പഞ്ചഭൂതാത്മകമായ ശരീരത്തെ പഞ്ചഭൂതങ്ങളിലേക്ക് ലയിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗം അതിനെ അഗ്നിക്കിരയാക്കുക. നമ്മുടെ എല്ലാ മതസ്ഥരും അത് ചെയ്തു. എന്നാ? കുഴിച്ചിട്ടിരുന്നവര് വരെ ദഹിപ്പിക്കാൻ കൊടുത്തു. കൊറോണ വരേണ്ടി വന്നു അല്ലേ? ഭഗവാൻ എന്ന് പറഞ്ഞു ഇതൊക്കെ? അഗ്നിക്ക് കൊടുക്കണം. കൊടുത്തിട്ട് നമ്മൾ കയ്യും കെട്ടി വീട്ടിലിരിക്കാൻ പറഞ്ഞോ? ഇല്ല. പിന്നെ എന്ത് ചെയ്യണം? സ്വന്തക്കാരും ബന്ധുക്കളും അയൽക്കാരും ചേർന്ന് 10 ദിവസം കുളിച്ച് ശുദ്ധിയായി 2 നേരം പ്രാർത്ഥിക്കണം. 10 ദിവസം കഴിഞ്ഞാൽ ശാന്തി ഹവനം നടത്തി കുലമോചനം നേടി പിന്നെ നമുക്ക് ഏത് മംഗളകർമ്മത്തിലും പങ്കെടുക്കാം. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇത് ആയി വരണേ ഉള്ളൂ കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ 16 കഴിഞ്ഞ് പിന്നെ വേറൊരു സാധനം കൂടെ ഉണ്ട്, 17 അങ്ങനെ ഒരു സാധനമുണ്ട് ഞങ്ങളുടെ നാട്ടില്. ഈ 16 ദിവസം മത്സ്യമാംസാദികൾ ഭുജിക്കാതെ ദുഃഖിച്ചിരുന്നവർക്കും അവരെ ദുഃഖിച്ചിരിക്കാൻ സഹായിച്ച നാട്ടുകാർക്കും സന്തോഷം കൊടുക്കാൻ വൈകുന്നേരം, പണ്ട് 17ാമത്തെ ദിവസമായിരുന്നു, ഇപ്പൊ 16ന്റെ അന്ന് വൈകുന്നേരം 16ന് നമ്മളെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ സാധനം മേടിക്കാൻ പോകും. ഇതൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കൂട്ടത്തിൽ കുപ്പിയും കൂടെ വയ്ക്കും. ഇതിന്നൊക്കെ ചേർത്തലക്കാര് വിടുതൽ വാങ്ങി വരണതേ ഉള്ളൂ. ഞങ്ങളുടെ നാട്ടില് എന്റെ ഭർത്താവിന്റെ അമ്മ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് അമ്മ മരിച്ചത്. അമ്മ ഗുരുവിന്റെ ഒരു അചഞ്ചലയായ ഭക്തയായിരുന്നു. എന്നെ ശരിക്കും പറഞ്ഞ ഇതിലേക്ക് കുടുംബ യൂണിറ്റിലേക്കും ഒക്കെ കാര്യങ്ങളിലേക്കൊക്കെ എന്നെ ഇറക്കിക്കൊണ്ടുവന്ന സത്യം പറഞ്ഞ അമ്മയാണ്. അപ്പൊ അമ്മ മരിച്ചപ്പോ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു തിലോദകമായിട്ട് എനിക്ക് തോന്നിയത് അമ്മയുടെ ശവസംസ്കാര കർമ്മം ഗുരു പറഞ്ഞ രീതിയിൽ നടത്തണം എന്നാ. അപ്പൊ ഞാൻ ബാലാജി സാറിനെ വിളിച്ചു. ബാലാജി സാർ എന്നോടൊരു ചോദ്യം ചോദിച്ചു, മോളെ അത് അങ്ങനെ നമ്മൾ വന്നാൽ നിങ്ങളുടെ ശാഖക്കാര് സമ്മതിക്കോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ചോദിക്കാം, ഞാൻ കുടുംബ യൂണിറ്റ് കൺവീനറാണ്, ഞാൻ ചോദിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ നീ ആദ്യം ചോദിച്ച് സമ്മതം മേടിക്കുക, ബാക്കി കാര്യം ഞാൻ ഏറ്റവും. അപ്പൊ ഞാൻ ശാഖാ സെക്രട്ടറിയെ വിളിച്ചു. ഞങ്ങൾക്ക് ഗുരുവിന്റെ രീതിയിൽ നടത്താനാണ് താല്പര്യം, 10 ദിവസം മതി ഞങ്ങൾക്ക് പുലയാചരണം, 11ാമത്തെ ദിവസം നമ്മൾ ശാന്തി ഹവനം നടത്തുകയാണ് എന്ന് പറഞ്ഞു. അതവർ സമ്മതിച്ചു. ചിലപ്പോൾ ഒരുപക്ഷെ അമ്മയുടെ യോഗമാവാം. സമ്മതിച്ചു. നമ്മള് ഗുരുവിന്റെ രീതിയിലാണ് ഈ കർമ്മങ്ങളൊക്കെ നടത്തിയത്. ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് അതൊരു വലിയ അത്ഭുതമായിരുന്നു. ഇത്രയേറെ നിശബ്ദമായി ഇത്രയേറെ പ്രാർത്ഥനയോടെ ഒരു ശവസംസ്കാര കർമ്മം ഞങ്ങളുടെ അവിടെ ഒന്നും നടന്നിട്ടില്ല. കാരണം ഈ ശവം എടുക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് പോകാനുള്ളവർ പോകുന്നു, വരാനുള്ളവർ വരുന്നു, ഓടുന്നു, ചാടുന്നു, ആകെ ബഹളമാണ് സാധാരണഗതിയിൽ. പക്ഷെ അന്ന് പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു, പ്രാർത്ഥനയുടെ ശബ്ദം മാത്രം ഉണ്ടായിരുന്നു. അത് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല, അമ്മ ജീവിച്ചിരുന്ന കാലത്ത് ചെയ്തതിനേക്കാൾ ഒരുപക്ഷെ അമ്മയ്ക്ക് സന്തോഷം തോന്നിയിട്ടുണ്ടാവുക, അമ്മയുടെ ആത്മാവിന് സന്തോഷം തോന്നിയിട്ടുണ്ടാവുക ആ നിമിഷത്തിലാണെന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അതുപോലെ ആവണം നമ്മൾ നമ്മുടെ നാട്ടിൽ പറയേണ്ടത്. നിങ്ങളൊക്കെ അങ്ങനെയാണെന്ന് അറിയുന്നതിൽ വലിയ സന്തോഷം. പണ്ടൊക്കെ 16 ബ്രാഹ്മണർക്ക് 10 ദിവസം അല്ലെ, നായന്മാർക്കും ഈഴവർക്കും ഒക്കെ 16. അതിന്റെ താഴോട്ടുള്ളവർക്ക് 23, 24 ഒക്കെ. അപ്പൊ ഈ ബ്രാഹ്മണര് അവരെന്ത് ചെയ്യും? 10 ദിവസം അവരുടെ വീട്ടിലെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് 11ാം ദിവസം അവര് മിടുക്കന്മാരായി നമ്മുടെ വീട്ടിൽ വന്നിരുന്ന് കർമ്മം ചെയ്യും അല്ലെ. നമ്മൾ പോവുമോ അങ്ങനെ? ഇല്ല. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതാണ് ഗുരുവിന്റെ മഹത്വം. നമ്മൾ അവിടെയാണ് തിരിച്ചറിയേണ്ടത്. നമ്മൾ അതിലേക്ക് തിരിച്ചു വരണം. ഇത് പറയുമ്പോ ഭഗവാന്റെ നമ്മുടെ താണിശ്ശേരി വിപ്ലവം കൂടെ പറയാതെ നമുക്ക് നിർത്താൻ കഴിയില്ല. ബോധാനന്ദ സ്വാമികൾ നമുക്കറിയാം ഇല്ലേ? ആരാണ് ബോധാനന്ദ സ്വാമികൾ? ഗുരുവിന്റെ സത്ശിഷ്യനായിരുന്നു എന്ന് മാത്രല്ല, ഗുരുവിന്റെ പിൻഗാമിയായി ഗുരു നിശ്ചയിച്ചു വച്ചിരുന്നയാളാണ്. പക്ഷെ ഇവിടെ പറഞ്ഞു പോയി. ബോധാനന്ദ സ്വാമികളുടെ നാട് തൃശ്ശൂരാണ്. താണിശ്ശേരിയില് സ്വാമികളുടെ ഒരു ബന്ധു മരിക്കുന്നു.
അപ്പൊ സ്വാമികൾ തീരുമാനിക്കുകയാണ്, ഇത് ഗുരു പറഞ്ഞിട്ടുണ്ട് 10 ദിവസം മതി ബലിയാചരണം എന്ന് പറഞ്ഞിട്ടുള്ളൂ, ഇങ്ങനെ മതി എന്ന് തീരുമാനിച്ചു. ഇത് തീരുമാനിച്ച സമയത്ത് അവിടെ ബ്രാഹ്മണര് യോഗം കൂടിക്കൊണ്ടിരുന്ന സമയമായിരുന്നു. അവരറിഞ്ഞു. അപ്പൊ ഇവര് കൊള്ളാലോ, ഇവരങ്ങനെ ഇപ്പൊ ഞങ്ങളുടെ ഒപ്പം വരണ്ട, ഇത് നമുക്ക് സമ്മതിക്കരുത്. അപ്പൊ 11ാമത്തെ ദിവസം പുല വീടാൻ ഉള്ള ചടങ്ങുകളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞപ്പോ ബ്രാഹ്മണര് തീരുമാനിച്ചു, ഇത് ചട്ടമ്പികളെ കൊണ്ടെങ്കിലും എതിർത്ത് തോൽപ്പിക്കണം, ഇത് നടത്തരുത് എന്ന്. 1920 നവംബർ മാസം 13ാം തീയതിയാണ് ചടങ്ങ് നിശ്ചയിച്ചിരുന്നത്. അപ്പൊ അന്ന് ഇവര് ആൾക്കാരെയൊക്കെ കൂട്ടി ചട്ടമ്പികളെയൊക്കെ ആയുധങ്ങളോടെ പറഞ്ഞു വിട്ടു എന്നാ പറയണത്. ഇതറിഞ്ഞിട്ട് ബോധാനന്ദ സ്വാമികള് ധർമ്മഭട സംഘത്തെ വിവരം അറിയിക്കുകയും ഒരു 350ഓളം ധർമ്മഭടന്മാര് ജാഥയായിട്ട്, മൗന ജാഥയായിട്ട് താണിശ്ശേരി ജംഗ്ഷൻ വരെ എത്തി. അപ്പൊ അവർക്കൊരു തീരുമാനം ഉണ്ടായിരുന്നു, ഇവരെ ആക്രമിച്ചാൽ മാത്രം തിരിച്ചടിച്ചാൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് വന്ന് കർമ്മങ്ങൾ ചെയ്യാം. കൃത്യം ജംഗ്ഷനിലെത്തിയപ്പോ 500ഓളം ബ്രാഹ്മണർ ഏർപ്പെടുത്തിയ ചട്ടമ്പിമാർ ഇവരോട് ഏറ്റുമുട്ടി എന്നാ പറയണം. തലങ്ങും വിലങ്ങും അടിച്ചു, അടി കൊണ്ടു, അടി മേടിച്ചു. ഈ ബ്രാഹ്മണരെ അയച്ച ചട്ടമ്പിമാരെ നിലംപരിശാക്കിക്കൊണ്ട് നമ്മുടെ ആൾക്കാർ അതില് വിജയം വരിച്ചു. എന്നിട്ട് അവര് ഭംഗിയായി കുലമോചന ചടങ്ങുകൾ നടത്തി. അതാണ് നമ്മൾ താണിശ്ശേരി വിപ്ലവം എന്ന പേരില് പറയും. അതുപോലെ മന്നത്ത് പത്മനാഭൻ, NSSന്റെ സ്ഥാപക നേതാവ് മന്നത്ത് പത്മനാഭനും ഈ ഗുരുവിന്റെ ആജ്ഞയെ ശിരസ വഹിച്ചുകൊണ്ട് 10 ദിവസത്തെ പുലയാചരണം നടത്തി. അദ്ദേഹത്തിന്റെ അമ്മാവൻ വലിയമ്മാവൻ മരിച്ചപ്പോ 10 ദിവസത്തെ പുലയാചരണത്തിന് ശേഷം 11ാം ദിവസം മന്നത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കയറി ഭഗവാനെ തൊഴുതു എന്നാ പറയണം. അദ്ദേഹത്തിന്റെ എന്റെ ജീവിത സ്മരണകൾ എന്നുള്ള പുസ്തകത്തിൽ ഇത് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുവന്റെ ജീവിതം എത്ര മഹത്തരമാക്കാൻ എന്തൊക്കെ ചെയ്യണം എന്ന് ഗുരുസ്വാമി തൃപാദങ്ങൾ പറഞ്ഞു വച്ചിട്ടുണ്ട്. ഭഗവാനെ അറിയുന്നവർക്ക് മറ്റൊന്നും ജീവിതത്തിനായി തേടിപ്പോവേണ്ടതില്ല. ഭഗവാൻ എല്ലാം നമുക്ക് അറിഞ്ഞു കൊണ്ട് തരും, ഇല്ലേ? ഭഗവാന്റെ സ്നേഹം അത്രയേറെയാണ്. ഗുരുപാദ ദശകത്തിൽ ഗുരുവിന്റെ ചിന്നസ്വാമി ആരാ? ഗുരുവിന്റെ ചിന്നസ്വാമി കുമാരനാശാൻ പറയുന്നുണ്ടല്ലോ, മാതാവെപ്പോൾ മനസ്സിൽ കരുണ, അമ്മയെപ്പോലെ ചേർത്ത് നിർത്തുന്നു, ജനകനെ പോലവേ ക്ഷേമചിന്ത. അച്ഛന്റെ ജോലി എന്താ? നമ്മളെ സംരക്ഷിച്ച് നമ്മുടെ ഭൗതിക അഭിവൃദ്ധി നൽകുക. അതുപോലെ അച്ഛനെ പോലെ ക്ഷേമചിന്തയുണ്ട്. സഹോദരനെ പോലെ സഹജ സ്നേഹത്തോടെ കാക്കുന്നു. വേദത്തെ പോലെ ഓതുന്ന അറിവ് പകർന്നു തരുന്നു എല്ലാ തലത്തിലും. നമ്മളിപ്പോ ഗുരുവിന്റെ എത്ര തലങ്ങൾ കണ്ടു അല്ലെ? നൃപതിയെ പോലെ പാലിച്ചിടുന്നു, ഇതേതല്ലോർത്താൽ എനിക്കൻ ഗുരുപദം അതിനെ സന്തതം ഞാൻ തൊഴുന്നേ. ഇങ്ങനെ ശ്രേയസ്സും പ്രേയസ്സും പകർന്നു തരുന്ന മറ്റൊരു ഗുരുനാഥൻ ഈ ഭൂമിയിൽ ഉദയം ചെയ്തിട്ടില്ല, ഇനി ഉദയം ചെയ്യുകയുമില്ല. ഭഗവാനെ അറിഞ്ഞ് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയുമാറാവട്ടെ. ആ മാർഗത്തിലൂടെ ചരിക്കാൻ, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ അതിലൂടെ കൊണ്ടുവരാൻ നമുക്ക് കഴിയുമാറാവട്ടെ. 100 വർഷം കഴിയുമ്പോ നമ്മെ എല്ലാവരും തിരിച്ചറിയുമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. 100 വർഷം കഴിഞ്ഞു. ഇപ്പോ ഇനി ഭഗവാന്റെ യുഗമാണ്. ഭഗവാന്റെ യുഗത്തിൽ ഭഗവാന്റെ ആദർശങ്ങൾ വായ കൊണ്ട് പ്രചരിപ്പിക്കുന്നത് അല്ലാതെ മനസ്സുകൊണ്ടും കർമ്മം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ചെയ്ത് ശ്രീനാരായണീയർ എന്ന പേരിനെ അന്വർത്ഥമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയുമാറാകട്ടെ. ഗുരുവിന്റെ കോട്ടയത്തെ ആത്മമിത്രങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ പ്രണാമവും നന്ദിയും അർപ്പിക്കുന്നു. എന്റെ ഈ എളിയ വാക്കുകൾ ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു. നന്ദി.